So once again, welcome to the session, everyone. So അപ്പോൾ നമ്മൾ ഇപ്പോൾ തൊട്ട് ഒഫീഷ്യലി നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ബേസിക്കലി നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ സെഷനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും സ്പെസിഫിക്കലി ഫോർ ദിസ് സെഷൻ we will be having separate batches for English and Malayalam. So in this session, we will be focusing completely on Malayalam, and next week we will start with the English session. So if anyone is planning to attend the English session, you can have separate videos on that. And in this session, we will be focusing completely on Malayalam. Okay, so ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ഓൾറെഡി ട്രിപ്പിൾ എ പേപ്പേഴ്സ് പ്രോപ്പർലി നോക്കിയിട്ടുണ്ടാവും. ആൻഡ് ഓവർ ദ ഡേയ്സ് നമ്മൾ പഠിച്ചു വന്ന കാര്യങ്ങളാണ് ഇന്ന് റിവൈസ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊന്നും പുതുതായിട്ട് ഇവിടെ പഠിക്കുന്നില്ല, പക്ഷെ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ പഠിച്ച സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ മറന്നുപോയിട്ടുണ്ട്, നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം ക്വിക്ലി ഒന്ന് റിവൈസ് ചെയ്യുക എന്നുള്ള എയിമാണ് നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ സെഷൻ കൊണ്ടുള്ളത്. സോ അപ്പോൾ എനിവേ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദിസ് സെഷൻ. സോ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സെഷനിൽ എല്ലാ പോസിബിൾ ഏരിയാസിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. അതേപോലെ തന്നെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസും കവർ ചെയ്യും. ഓക്കെ, സോ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പേപ്പർ അഡ്വാൻസ്ഡ് ഓഡിറ്റ് ആൻഡ് അഷുറൻസ്. സോ ബേസിക്കലി നമ്മുടെ അഡ്വാൻസ്ഡ് ഓഡിറ്റ് ആൻഡ് അഷുറൻസ് എന്ന് പറയുന്ന ഏരിയക്കകത്ത് എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, വീണ്ടും വീണ്ടും ഓർത്തിരിക്കേണ്ട കാര്യമാണ് ദി ഇമ്പോർട്ടൻസ് ഓഫ് SBR. സോ നമ്മുടെ AA എന്ന് പറയുന്ന പേപ്പറിൽ നിന്നും AAA എന്ന് പറയുന്ന പേപ്പറിലേക്ക് എത്തുമ്പോഴത്തേനും അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ എലമെന്റ് ആയിട്ട് നമ്മുടെ മൈൻഡ് വെക്കേണ്ട കാര്യമാണ് ഇമ്പോർട്ടൻസ് ഓഫ് SBR സ്റ്റാൻഡേർഡ്സ്. കാരണം നമുക്കറിയാം SBR എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡിലുള്ള നോളജ് ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല AAA പേപ്പറിനകത്ത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം SBRന്റെ ഏരിയാസ് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ എല്ലാവരും ഏറ്റവും പ്രോപ്പർലി ആദ്യമേ ആ കാര്യത്തിലൊന്ന് ഫോക്കസ് ചെയ്യുക. ഇനി AAA എന്ന് പറയുന്ന ഈ പേപ്പറിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ആസ് വി നോ ഔട്ട് ഓഫ് 100 മാർക്സ് 80 മാർക്സിനാണ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ഉള്ളത്. ബാക്കി 20 മാർക്സിന് മാത്രമാണ് നമുക്ക് അഡീഷണലി പ്രൊഫഷണൽ മാർക്സ് ആയിട്ട് വരിക. സോ നമ്മുടെ 80 മാർക്സിൻ്റെ അകത്ത് തന്നെ നമുക്കറിയാം നമുക്ക് ഒരു 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരിക. അതേപോലെ തന്നെ 100 മാർക്സിൽ 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 25 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരിക. ഔട്ട് ഓഫ് വിച്ച് നമ്മുടെ ഈ 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ്റെ അകത്ത് 40 മാർക്സിന് ഡിസ്ക്രിപ്റ്റീവും ഇവിടെ 20 ഈച്ച് ആണ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ഉള്ളത്. ആൻഡ് വി ആർ വെരി മച്ച് ഫെമിലിയർ വിത്ത് ദിസ് നൗ. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ദ ടോപ്പിക് ഏരിയ, നമ്മുടെ 50 മാർക്കിൻ്റെ അകത്ത് നമ്മളോട് യൂഷ്വലി ടെസ്റ്റ് ചെയ്യാറുള്ളത് കുറച്ച് സെയിം ഏരിയാസ് തന്നെയാണ്. മെയിൻലി നമുക്കറിയാം നമ്മുടെ 50 മാർക്സിൻ്റെ അകത്ത് ടെസ്റ്റ് ചെയ്യാറുള്ള ഒരു ഏരിയ ആണ് ദ ഏരിയ ഓഫ് ഓഡിറ്റ് റിസ്ക്. ഇനി അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, റിസ്ക് എന്നുള്ള ഹെഡിങ്ങിന് അണ്ടർ തന്നെ ഇത് കൺസിഡർ ചെയ്യാം. ഓഡിറ്റ് റിസ്ക് നമ്മളോട് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ അടുത്ത് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ദ ഏരിയ ഓഫ് ബിസിനസ് റിസ്ക്. അതേപോലെ തന്നെ നമ്മളോട് ചോദിക്കാറുള്ള ഏരിയ ആണ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്. ആൻഡ് യൂഷ്വലി ദേ മൈറ്റ് ഓൾസോ ബി ആസ്കിങ് us about the risk of material misstatement with the analytical procedures. സോ ഇതാണ് വൺ ഓഫ് ദി കോർ ഏരിയ ഓഫ് 50 മാർക്സ് എന്ന് പറയാം. ഇനി രണ്ടാമതായിട്ട് നമ്മളോട് അവിടെ പോകുന്ന ചോദിക്കുന്ന ഏരിയ ആണ് ദ ഏരിയ ഓഫ് അഡീഷണൽ ഇൻഫർമേഷൻ. Then we will be having question on audit procedures. And definitely എന്താണെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് ഏരിയ ഓഫ് എത്തിക്സ് എന്ന് പറയാം. ഇനി ഇത്രയും മാത്രം ഡെഫിനറ്റ്ലി അല്ല, നമുക്കറിയാം ഇതിന് പുറമെ തിയറിറ്റിക്കൽ ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ അവർ ചോദിക്കാറുണ്ട്. ബട്ട് ഏറ്റവും കോർ ഏരിയ ഓഫ് ദി സിലബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ തന്നെയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മുടെ അടുത്ത് ചോദിക്കുക 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻ്റെ അകത്ത്. ഇവിടെയും ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻ്റ്ലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും റിസ്കിന്റെ മാത്രം ഒരു ക്വസ്റ്റ്യൻ അല്ല. ഈ ഏരിയാസ് എല്ലാം കൂടി കവർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 50 മാർക്സിന്റെ. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഈ 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോഴും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം പലപ്പോഴും കുട്ടികൾ ചെയ്യാറുള്ള ഒരു അബദ്ധമാണ്, അവർ 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, റിസ്കിന്റെ ക്വസ്റ്റ്യനിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കും ആൻഡ് ബാക്കിയുള്ള റിക്വയർമെന്റ്സ് വിട്ടുകളയും. ബട്ട് നമുക്കറിയാം മാർക്കിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് 50% ഓഫ് ദാറ്റ് 50 മാർക്ക് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ റിസ്ക് ഓർ ബിലോ. ബട്ട് ബാക്കി മാർക്ക് എന്ന് പറയുന്ന അതർ ഏരിയാസ് ചെയ്യുന്നതാണ്, അതായത് ബാക്കി 50 മാർക്സിൻ്റെ അകത്ത് വരുന്ന അതർ റിക്വയർമെന്റ്സ് ചെയ്യുന്നതാണ്. സോ ഈ റിക്വയർമെന്റ്സ് പലപ്പോഴും സ്കിപ്പ് ചെയ്തിട്ടാണ് റിസ്കിന് മേലെ മാത്രം എംഫസൈസ് ചെയ്ത് നിൽക്കുന്നത്. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് അവിടെ ഭയങ്കരമായ രീതിയിൽ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് എല്ലാ ഏരിയാസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ 50 മാർക്സിന്റെ ഏരിയ. ആൻഡ് ഈ 50 മാർക്സിന്റെ തിയറിറ്റിക്കൽ ഡിസ്കഷനിലും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിലുമാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നെക്സ്റ്റ് ഡേ സെഷൻ വിൽ ബി കംപ്ലീറ്റ്ലി ഫോക്കസ് ഓൺ ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ 50 മാർക്സിന്റെ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അവിടെ റിസ്കിന്റെ ഏരിയ ആണ് ഉള്ളത്. ഔട്ട് ഓഫ് വിച്ച് ആദ്യം തന്നെ നമുക്ക് ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്ന ഏരിയക്കകത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്കറിയാം ഓഡിറ്റ് റിസ്ക് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഡിറ്റക്ഷൻ റിസ്ക്. റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഇൻഹെറന്റ് റിസ്ക് ആൻഡ് കൺട്രോൾ റിസ്ക്. അപ്പോൾ ഒരു കമ്പനിയുടെ ഇൻഹെറന്റ് റിസ്ക്കും കൺട്രോൾ റിസ്ക്കും ഒരു കമ്പനി ചെന്ന് കഴിയുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും ബേസിക് കാര്യമാണ് കമ്പനിയുടെ നേച്ചർ ഓഫ് ആക്ടിവിറ്റീസിന്റെ ബേസിസിലോ അല്ലെങ്കിൽ കമ്പനി എന്ത് തരത്തിലുള്ള ബിസിനസ് ആണോ ചെയ്യുന്നത് അതിന്റെ ബേസിസിലോ അതുമല്ല എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ അക്കൗണ്ട്സിന്റെ അകത്തുള്ള ലിമിറ്റേഷൻസ് ഒക്കെ കാരണം കൊണ്ട് FSൽ പലതരത്തിലുള്ള മിസ്റ്റേക്കുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനിക്ക് ഒരുപാട് ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻസ് ഉണ്ട്. സോ ഓട്ടോമാറ്റിക്കലി അവിടെ ഈ പറയുന്ന കൺവേർഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് അപ്രോപ്രിയറ്റ്ലി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം എലാൻസ് എന്ന് പറയുന്ന കമ്പനിക്ക് ഇപ്പോൾ ഒരുപാട് എലാൻസിന് പ്രൊഡക്ഷൻ ചെയ്തിട്ട് എലാൻസ് കൊമേഴ്സ് മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്ന കമ്പനിയാണ് ഇലാൻസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇലാൻസിന്റെ ഒരുപാട് പ്രൊഡക്ഷൻസ് നടത്തിയിട്ട് കൊമേഴ്സ് മാർക്കറ്റ് സെയിൽ ചെയ്യുമ്പോൾ റവന്യൂവിന്റെ അകത്ത് കട്ട് ഓഫ് എറേഴ്സ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഭയങ്കര ഹൈ ആണ്. ഇങ്ങനെയുള്ള ഒരു കമ്പനിയുടെ ഓട്ടോമാറ്റിക്കലി കമ്പനി ഫോം ആവുന്ന സമയത്ത് അവിടെ ഫോം ആവുന്ന റിസ്കിനെയാണ് ഇൻഹെറന്റ് റിസ്ക് എന്ന് വിളിക്കുക. കൺട്രോൾ റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓഡിറ്ററായ നമ്മൾ ക്ലയന്റ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുകയാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നു കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം പ്രോപ്പർലി ഓപ്പറേറ്റ് ചെയ്യുന്നില്ല അത്, അല്ലെങ്കിൽ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റമേ എക്സിസ്റ്റിംഗ് അല്ല. അപ്പോൾ ഒരു ക്ലയന്റിന്റെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം പ്രോപ്പർലി ഓപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലോ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എക്സിസ്റ്റിംഗ് അല്ല എന്നുണ്ടെങ്കിലോ FSന്റെ അകത്തുണ്ടാവുന്ന മിസ്റ്റേക്കിനെ പ്രിവെന്റ് ചെയ്യാനോ ഡിറ്റക്ട് ചെയ്യാനോ കറക്റ്റ് ചെയ്യാനോ ക്ലയന്റിന് ഇന്റേണൽ കൺട്രോൾസിന് പറ്റാണ്ട് വരും. സോ ഇങ്ങനെ FSനകത്ത് ഉണ്ടാകുന്ന മിസ്റ്റേക്കിനെ പ്രിവെന്റ് ചെയ്യാനും ഡിറ്റക്ട് ചെയ്യാനും കറക്റ്റ് ചെയ്യാനും പറ്റാണ്ട് വരുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആവും. അപ്പൊ അങ്ങനെ റിസ്ക് ഉണ്ടാവാനുള്ള പോസിബിലിറ്റിനെയാണ് കൺട്രോൾ റിസ്ക് എന്ന് വിളിക്കുക. അപ്പൊ ഈ ഇൻഹെറന്റ് റിസ്കിനെയും കൺട്രോൾ റിസ്കിനെയും പ്രത്യേകം നമുക്കറിയാം. ഇത് കാരണം കൊണ്ട് FSന്റെ അകത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടാവുകയാണ് ചെയ്യുക. ഇനി ഡിറ്റക്ഷൻ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഓഡിറ്ററായ നമ്മുടെ കയ്യിൽ നിന്നും ഉണ്ടാവുന്ന ഒരേ ഒരു റിസ്ക് ആണ് ഡിറ്റക്ഷൻ റിസ്ക്. ഓഡിറ്ററായ നമ്മൾ പലതരത്തിലുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഓഡിറ്ററായ നമ്മൾ ചെയ്ത പ്രൊസീജിയേഴ്സ് വഴി FSന്റെ അകത്തുള്ള മിസ്റ്റേക്കിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ ഡിറ്റക്ഷൻ റിസ്ക് എന്ന് വിളിക്കുക. ഒരു ന്യൂ ക്ലയന്റ് ആണ്, അവിടെ ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ടാവും. ഒരു പുതിയ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ്, അവിടെ ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ടാവും. ക്ലയന്റിന് കുറെ വെയർ ഹൗസുകളുണ്ട്, ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ടാവും. ഇങ്ങനെ ഓഡിറ്ററായ നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടാവുന്ന റിസ്കിനെയാണ് ഡിറ്റക്ഷൻ റിസ്ക് എന്ന് നമ്മൾ വിളിക്കുക. ഇത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ള മേജർ റീസൺ നിങ്ങൾക്ക് അറിയാം. നമുക്ക് എക്സാമിന് ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ടാവുക ഓഡിറ്റ് റിസ്ക് എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അക്കോർഡിംഗ്ലി മാത്രം ആൻസർ ചെയ്യുക. റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് റിക്വയർഡ് ടു മെൻഷൻ എനിത്തിങ് റിലേറ്റിംഗ് ടു ഡിറ്റക്ഷൻ റിസ്ക്. ഡിറ്റക്ഷൻ റിസ്കിനെ കുറിച്ച് നിങ്ങൾ ഒന്നും പറയണ്ട. ബട്ട് ഇഫ് യു ആർ ഗെറ്റിംഗ് എ ക്വസ്റ്റ്യൻ ഓൺ ഓഡിറ്റ് റിസ്ക്, ആ കേസിൽ നിങ്ങൾ എന്ത് പറയണം? യു നീഡ് ടു ടോക്ക് അബൌട്ട് ബോത്ത് ദ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ആസ് വെൽ ആസ് ഡിറ്റക്ഷൻ റിസ്ക്. അവിടെ രണ്ടിനെ കുറിച്ചും പറയേണ്ടതായിട്ട് വരും. അപ്പൊ നിങ്ങൾ റിക്വയർമെന്റിന്റെ അകത്ത് പ്രോപ്പർലി വായിച്ചു നോക്കുക വെദർ യു ആർ ഗെറ്റിംഗ് എ ക്വസ്റ്റ്യൻ ഓൺ ഓഡിറ്റ് റിസ്ക് ഓർ വെദർ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓൺ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്, എന്നിട്ട് മാത്രം ആൻസർ ചെയ്യുക. സോ ദിസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു നീഡ് ടു കീപ് ഇൻ മൈൻഡ്. ഇനി ഓഡിറ്റ് റിസ്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ഓഡിറ്റ് റിസ്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് വരിക ഇത് ഇറ്റ് വിൽ ബി എ ഓഡിറ്റ് റിസ്ക് വിതൗട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. ഓഡിറ്റ് റിസ്ക് വിതൗട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക ഓഡിറ്റ് റിസ്ക് വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആയിരിക്കും. ഓഡിറ്റ് റിസ്ക് വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണെങ്കിലാണ് നമുക്ക് ഏറ്റവും പ്രോപ്പർലി എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റുക, അല്ലേ? സോ ഓഡിറ്റ് റിസ്ക് വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളോട് പറയും ഒരു കമ്പനിക്ക് അഡ്വാൻസ് ആയിട്ട് റവന്യൂ കിട്ടി ആൻഡ് കമ്പനി ആ അഡ്വാൻസ് ആയിട്ട് റവന്യൂ കിട്ടി എന്ന് പറഞ്ഞിട്ട് കുറേ കഥകൾ അതിനെ ബേസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. സോ ഒരു കമ്പനിക്ക് അഡ്വാൻസ് ആയിട്ട് റവന്യൂ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ റവന്യൂ കമ്പനിക്ക് എപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുക? എപ്പോഴാണോ പെർഫോമൻസ് ഒബ്ലിഗേഷൻ കമ്പനിയുടെ കംപ്ലീറ്റ് ആവുന്നത്, ആ പെർഫോമൻസ് ഒബ്ലിഗേഷൻ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക? റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റുക. ആൻഡ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവര് ആ പർട്ടിക്കുലർ പെർഫോമൻസ് ഒബ്ലിഗേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും?
റവന്യൂ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഇൻ കേസ് എങ്ങാനും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? കമ്പനിയുടെ റവന്യൂ ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും, അതേപോലെ തന്നെ ഡെഫേർഡ് ഇൻകം എന്താവും? അണ്ടർ സ്റ്റേറ്റഡ് ആയി പോകും. ഇതാണ് അവിടെ ശരിക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള റിസ്ക്. ശരിയല്ലേ? അപ്പം ഇത് തന്നെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷെ നമ്മളൊരു പ്രോപ്പർ പെർഫോമയുടെ രീതിയിൽ വേണം നമ്മൾ ഈ പർട്ടിക്കുലർ ഈ ഇഷ്യൂവിനെ നമ്മൾ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇങ്ങനെയായിരിക്കും ആൻസർ പറഞ്ഞു പോവുക. നിങ്ങളോട് എപ്പോഴും ഓഡിറ്റ് റിസ്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾ അവിടെ ആൻസറിൻ്റെ അകത്ത് എക്സ്പ്രസ് ചെയ്യേണ്ടത് ഈ പർട്ടിക്കുലർ റിസ്ക് മെറ്റീരിയൽ ആണോ എന്നുള്ള കാര്യമാണ്. സോ മെറ്റീരിയാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം റിസ്ക് മെറ്റീരിയൽ ആണോ എന്ന് കൺസിഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ SOFP ബേസിസ് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ SOPL ബേസിസ് കൺസിഡർ ചെയ്യാം, അതുമല്ല എന്നുണ്ടെങ്കിൽ നേച്ചർ ഓഫ് ദി മിസ്സ്റ്റേറ്റ്മെന്റിന്റെ ബേസിസിൽ കൺസിഡർ ചെയ്യാം. ഇതിന്റെ ഏതിന്റെ ബേസിസിൽ വേണമെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ബേസിക്കലി SOFP ബേസിസിൽ കൺസിഡർ ചെയ്യാന്ന് പറയുന്ന സമയത്ത് നമുക്കവിടെ ടോട്ടൽ അസറ്റിന്റെ ബേസിസിലും എടുക്കാം, നെറ്റ് അസറ്റ്സിന്റെ ബേസിസിലും എടുക്കാം. SOPL ബേസിസിലാണെന്നുണ്ടെങ്കിലോ ഏതിന്റെയൊക്കെ ബേസിസിലായിരുന്നു എടുക്കാൻ പറ്റുക? ഗ്രോസ് പ്രോഫിറ്റ്, പ്രോഫിറ്റ്, റവന്യൂ, ഇതിന്റെ ഏതിന്റെ പേരിലും ബേസിസിൽ എടുക്കാം. ഇനി ബൈ നേച്ചർ ആണെന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ സിനാരിയോ വൈസ് എപ്പോഴും ഏറ്റവും കൂടുതൽ കാണാറുള്ള നേച്ചറിന്റെ ബേസിലുള്ള മിസ്സ്റ്റേറ്റ്മെന്റ് ഏതാ? വിച്ച് ഇൻക്ലൂഡ്സ് ഏതൊക്കെയായിരുന്നു? എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസും. ശരിയല്ലേ? റിലേറ്റഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ആരൊക്കെയായിട്ടുള്ള ട്രാൻസാക്ഷൻ ആയിരുന്നു? ട്രാൻസാക്ഷൻ വിത്ത് പേരന്റ് കമ്പനി, സബ്സിഡറി കമ്പനി, ജോയിന്റ് വെഞ്ചർ, അസോസിയേറ്റ്, അതുമല്ലാന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ വിത്ത് കീ മാനേജ്മെന്റ് പേഴ്സൺ. അങ്ങനെ കമ്പനിയായിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം എന്തായിരിക്കും എന്ന് പറഞ്ഞു? We will consider it as related party transaction and that will be always material on the basis of its nature. അല്ലേ? അപ്പം ടോട്ടൽ അസറ്റിന്റെ എത്ര പെർസെന്റേജിന് മേലെ വന്നാലായിരുന്നു മക്കളെ മെറ്റീരിയൽ ആയിട്ട് എടുക്കാൻ പറ്റുക? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ടോട്ടൽ അസറ്റിന് എത്ര പെർസെന്റേജ് മേലെയായിരുന്നു? ടോട്ടൽ അസറ്റിന്റെ 1% മേലെ. നെറ്റ് അസറ്റ്സിന്റെയോ 2%. ഗ്രോസ് പ്രോഫിറ്റിന്റെ വിൽ കൺസിഡർ 0.5%. പ്രോഫിറ്റിന്റെ 5%, റവന്യൂവിന്റെയും 0.5%. ആൻഡ് നമുക്കറിയാം നമ്മൾ ലോവർ ലിമിറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ പോരാ. മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്പർ ലിമിറ്റും കൺസിഡർ ചെയ്യണം. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കാൻ എളുപ്പത്തിന് പഠിച്ചിരുന്നു, ലോവർ ലിമിറ്റ് എത്രയാണോ അതിന്റെ ട്വൈസ് ആയിരിക്കും അപ്പർ ലിമിറ്റ്. സോ ലോവർ ലിമിറ്റ് 1 ആണെങ്കിൽ 2% ആയിരിക്കും അപ്പർ ലിമിറ്റ്, വിത്ത് എക്സെപ്ഷൻ ഓൺലി ഫോർ നെറ്റ് അസറ്റ്സ്. നെറ്റ് അസറ്റ്സിന് മാത്രം 5% ആണ്. ഗ്രോസ് പ്രോഫിറ്റിന് ഇറ്റ്സ് 1%, പ്രോഫിറ്റിന് ഇറ്റ്സ് 10%, റവന്യൂവിന് 1%. ആൻഡ് നമ്മൾ ഇതിന്റെ ബേസിസിലാണ് ലോവർ അല്ലെങ്കിൽ അപ്പർ നമ്മുടെ ജഡ്ജ്മെന്റിന്റെ ബേസിസിലാണ് നമ്മൾ ചൂസ് ചെയ്യുക. സോ നമുക്കറിയാം 50 മാർക്കിന്റെ ക്വസ്റ്റിന്റെ അകത്ത് ഈ പറയുന്ന ഈ ബെഞ്ച് മാർക്കിന്റെ ബേസിസിലാണ് നമ്മൾ മെറ്റീരിയാലിറ്റി ചൂസ് ചെയ്യുക, ലോവർ ഓർ അപ്പർ. ആൻഡ് ലോവർ ലിമിറ്റ് ഇതിൽ ചൂസ് ചെയ്യണോ അപ്പർ ലിമിറ്റ് ഇതിൽ ചൂസ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കറിയാം എക്സാമിനർ നമ്മളോട് പറയും ലോവർ ആണോ അപ്പർ ആണോ ചൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. സോ എക്സാമിനർ പറയുന്ന പ്രകാരം വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. ബട്ട് ഒരിക്കലും എക്സാമിനർ നിങ്ങളോട് ലോവർ എടുക്കണോ അപ്പർ എടുക്കണോ എന്ന് പറയില്ല, ഏത് ബെഞ്ച് മാർക്ക് ചൂസ് ചെയ്യണം എന്ന് മാത്രമാണ് പറയുക. ഇതേ നമ്മൾ പറഞ്ഞു ലോവർ എടുക്കണോ അപ്പർ എടുക്കണോ എന്നുള്ള ഡിസിഷൻ ആരുടെയാ? ഓഡിറ്ററായ നമ്മുടെയാണ്. സോ അവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം ലോവർ വേണോ അപ്പർ വേണോ എന്നുള്ള കാര്യം തീരുമാനിക്കാനായിട്ട്. എന്തൊക്കെയായിരുന്നു കൺസിഡർ ചെയ്യണം നമ്മൾ പറഞ്ഞത്? നമ്മൾ നോക്കണം വെദർ ഇറ്റ്സ് എ ന്യൂ ക്ലയന്റ്, അതേപോലെ തന്നെ ന്യൂലി ലിസ്റ്റഡ് ക്ലയന്റ് ആണോ എന്നുള്ള കാര്യം നോക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്തായിരുന്നു? അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഇന്റേണൽ കൺട്രോൾ വീക്ക്നെസ് ഉണ്ടോ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യണം. അതേപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് വീക്ക്നെസ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ദെൻ മാനേജ്മെന്റ് ബയസ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. അതേപോലെ തന്നെ നമ്മൾ എന്ത് നോക്കുന്നുണ്ടാവണം? ഹൈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യണം. ആൻഡ് ഈ ഫാക്ടേഴ്സിന്റെ എക്സിസ്റ്റൻസിനനുസരിച്ചാണ് നമ്മൾ ലോവർ ലിമിറ്റ് ചൂസ് ചെയ്യണോ അപ്പർ ലിമിറ്റ് ചൂസ് ചെയ്യണോ എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് ന്യൂ ക്ലയന്റോ ന്യൂലി ലിസ്റ്റഡ് ക്ലയന്റോ ആണ് എന്നുണ്ടെങ്കിൽ ഓൾവേസ് ലോവർ ലിമിറ്റ്. ന്യൂ ക്ലയന്റോ ന്യൂലി ലിസ്റ്റഡോ ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യണം? ലോവർ ലിമിറ്റ് എടുക്കണം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ആണെങ്കിൽ. ഇനി ഇത് ന്യൂ ക്ലയന്റും അല്ല ന്യൂലി ലിസ്റ്റഡ് ക്ലയന്റും അല്ല, അപ്പൊ നമ്മൾ നോക്കണം ഈ വേറെയുള്ള ഈ ഫാക്ടേഴ്സിന്റെ ഒക്കെ എക്സിസ്റ്റൻസ് ഉണ്ടോ. അപ്പൊ നമ്മൾ എപ്പോഴും അപ്പർ ലിമിറ്റ് എടുക്കുക, അപ്പർ ലിമിറ്റിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക.
അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങൾ എടുക്കേണ്ട ഡിസിഷൻ 1% എടുക്കണോ 2% എടുക്കണോ എന്നുള്ളതായിരിക്കരുത്. നിങ്ങളോട് പറഞ്ഞു പ്രോഫിറ്റിന്റെ ബേസിസിലാണ് ബെഞ്ച് മാർക്ക് ചൂസ് ചെയ്യേണ്ടത്. പ്രോഫിറ്റ് 1 മില്യൺ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ആ ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ആ ബെഞ്ച് മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത് 1 മില്യന്റെ 10%ഉം 5%ഉം ആണ്. അപ്പൊ നമ്മുടെ മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ബെഞ്ച് മാർക്ക്? ബിറ്റ്വീൻ 50,000 ആൻഡ് 100,000 ആയിരിക്കണം നമ്മൾ മെറ്റീരിയാലിറ്റി ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളുടെ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മെറ്റീരിയാലിറ്റി 10% എടുക്കണോ 5% എടുക്കണോ എന്നുള്ളതായിരിക്കരുത്. പകരം 50,000 എടുക്കണോ 1 lakh എടുക്കണോ എന്നുള്ള കാര്യമാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കേണ്ടത്. ആൻഡ് കൺസിഡർ ദാറ്റ് ഇപ്പൊ അത് ന്യൂ ക്ലൈന്റോ ന്യൂലി ലിസ്റ്റഡ് ക്ലൈന്റോ ആണ്, എപ്പോഴും എന്ത് തന്നെ എടുക്കണം? 50,000 തന്നെ എടുക്കണം. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് ഇപ്പൊ ഇതൊരു ന്യൂ ക്ലൈന്റും അല്ല ന്യൂലി ലിസ്റ്റഡ് ക്ലൈന്റും അല്ല. അപ്പൊ നിങ്ങൾ നേരെ 100,000 എടുക്കുക. എന്നിട്ട് ഇന്റേണൽ കൺട്രോൾ വീക്ക്നെസ് ഉണ്ട് 95 ആക്കുക. കോർപ്പറേറ്റ് ഗവർണൻസ് വീക്ക്നെസ് കുറച്ചുകൂടെ കുറച്ചു കൊണ്ടുവരിക. ദെൻ മാനേജ്മെന്റ് ബയസ് ഉണ്ട്, കുറച്ചുകൂടെ കുറച്ചു കൊണ്ടുവരിക. പെർസ്പെക്റ്റീവിലായിരിക്കും നിങ്ങൾ ലോവർ വേണോ അപ്പർ വേണോ എന്നുള്ളത് ചൂസ് ചെയ്യുക. അപ്പൊ ഈ ക്രൈറ്റീരിയാസ് വെച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക? ലോവർ വേണോ അപ്പർ വേണോ എന്നുള്ള കാര്യം സെലക്ട് ചെയ്യണം. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് നമുക്ക് മെറ്റീരിയൽ എഴുതാം. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അക്കൗണ്ടിങ് എന്താണ് വേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ ക്ലിയർലി സ്പെസിഫൈ ചെയ്യണം. അതായത് ഈ ഒരു പർട്ടിക്കുലർ സിനാരിയോയിൽ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണോ, നിങ്ങൾക്ക് ശരിക്കും വേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണോ ആ അക്കൗണ്ട് ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് നിങ്ങൾ പ്രോപ്പർലി മെൻഷൻ ചെയ്യുക. ഓക്കെ, സോ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് മെൻഷൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഒരുപാട് കൂടുതൽ പറയരുത്. സെയിം as ദാറ്റ് ഒരിക്കലും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഒരുപാട് കുറഞ്ഞു പോവുകയും ചെയ്യരുത്. വിച്ച് മീൻസ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എഴുതുകയാണ്. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എഴുതുന്ന സമയത്ത് IFRS 15 തന്നെ നമ്മൾ 5 സ്റ്റെപ്പ് മോഡൽ പഠിച്ചിട്ടുണ്ട്. നോർമൽ IFRS 15 റെക്കഗ്നേഷനും പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? അപ്പൊ അതിൽ ഏതാണ് ഇവിടെ കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ലോജിക്കലി ആലോചിച്ച് നോക്കുക. സിനാരിയോക്കകത്ത് എന്തിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്? ഇപ്പൊ സിനാരിയോക്കകത്ത് 5 സ്റ്റെപ്പ് മോഡലിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ 5 സ്റ്റെപ്പ് മോഡലിന് തന്നെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എഴുതേണ്ടതായിട്ട് വരും. പക്ഷെ ഓൺ ദ അതർ ഹാൻഡ് നിങ്ങളോട് ഇപ്പൊ സിനാരിയോക്കകത്ത് ജസ്റ്റ് ബേസിക് IFRS 15 റെക്കഗ്നേഷനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ബേസിക് IFRS 15 അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് മാത്രം, സിനാരിയോ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് മാത്രം പ്രൊവൈഡ് ചെയ്താൽ മതി അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആയിട്ട്. മൂന്നാമതായിട്ട് എന്ത് പറയാ? വാട്ട് വിൽ ഗോ റോങ്, അവിടെ എന്താണ് തെറ്റായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ള കാര്യം പറയണം. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിനകത്ത് എന്താണ് തെറ്റായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ളത്, അവിടെ അത് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ എന്താണോ നമ്മുടെ സിനാരിയോയിൽ പറഞ്ഞേക്കുന്നത് അതും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും കൂടെ മിക്സപ്പ് ചെയ്തേ പറയാവുള്ളൂ. ഡയറക്ട്ലി വെറുതെ വോട്ട് വിൽ ഗോ റോങ് എന്ന് പറഞ്ഞ് എഴുതി വെക്കരുത്. പ്രോപ്പറായിട്ട് സിനാരിയോയും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും കൂടി മെൻഷൻ ചെയ്യാം. സോ സിനാരിയോയും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും കൂടി മെൻഷൻ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പൊ പ്രോപ്പറായിട്ട് സിനാരിയോ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും മെൻഷൻ ചെയ്യുക. ഇനി ഫൈനലി എന്ത് ചെയ്യണം? അവിടെ എന്താണോ ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വന്നേക്കുന്നത് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഇമ്പാക്ട് എന്താണെന്നുള്ള കാര്യം പറയുക. സോ ഈ 4 കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമ്മുടെ ഓഡിറ്റ് റിസ്കിന്റെ ആൻസേഴ്സ് കംപ്ലീറ്റ് ആവുക. അപ്പോൾ പ്രോപ്പർലി മെറ്റീരിയൽ ആണോ ആ റിസ്ക് എന്നുള്ള കാര്യം പറയുന്നുണ്ടാവണം. റിക്വയർഡ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണോ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പ്രോപ്പർലി സ്പെൽ ഔട്ട് ചെയ്യുക. അതേപോലെ തന്നെ അവിടെ എന്താണ് തെറ്റായിട്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ളത്, വാട്ട് വിൽ ഗോ റോങ് ദെയർ എന്നുള്ളത് കൃത്യമായിട്ട് പറയുക. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് എന്ത് ഇമ്പാക്ട് ആണ് വരാൻ ചാൻസ് ഉള്ളത്, ആ ഇമ്പാക്ട് ഓൺ FS എന്താന്നുള്ള കാര്യവും പറയുക. ക്ലിയർ ആയോ? ഓക്കെ. ആൻഡ് നേഹ, ഇമ്പാക്ട് ഓൺ FS പറയുന്ന സമയത്ത് SOFPL SOPL എന്നുള്ളതല്ല, ഏത് അക്കൗണ്ട് ആണോ പർട്ടിക്കുലർലി അഫക്റ്റഡ് ആവുന്ന ആ അക്കൗണ്ട്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ IFRS 15 ഇഷ്യൂ ആണ്, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അവിടെ അഫക്റ്റഡ് ആവുന്ന ഏതായിരിക്കും? ഡെഫേർഡ് ഇൻകവും അതേപോലെ തന്നെ റവന്യൂ ആയിരിക്കും. അപ്പം ആ ഡെഫേർഡ് ഇൻകം ആൻഡ് റവന്യൂ തന്നെ ആയിരിക്കും അവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ ആയോ? ഓക്കെ. ഇനി സെയിം as that ഞാൻ പറഞ്ഞു, ഇവിടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ് പോയിന്റ് നമ്പർ 3. അതായത് സിനാരിയോക്കകത്ത് എന്താണോ പറഞ്ഞേക്കുന്നത് വാട്ട് വിൽ ഗോ റോങ് ഇൻ ദ സിനാരിയോ എന്നുള്ളത് പ്രോപ്പർലി സിനാരിയോ വെച്ച് തന്നെ പറയണം. സേ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, കമ്പനി ഇപ്പം 2 കസ്റ്റമേഴ്സുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തു. ആൻഡ് കസ്റ്റമേഴ്സുമായിട്ട് സൈൻ ചെയ്തേക്കുന്ന കോൺട്രാക്ട് പ്രകാരം കമ്പനിയുടെ പ്രൊഡക്ട്സ് കമ്പനി കസ്റ്റമേഴ്സിന്റെ വെയർ ഹൗസിൽ ഡെലിവർ ചെയ്യണം. ആൻഡ് അതിന് ശേഷം കസ്റ്റമേഴ്സ് ഫൈനൽ ഇൻസ്പെക്ഷൻ നടത്തും. എന്നിട്ട് മാത്രമേ പെർഫോമൻസ് ഒബ്ലിഗേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞു. സോ ഇതാണ് നമ്മളോട് സിനാരിയോയിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ
നമുക്ക് അവിടെ പറയാൻ പറ്റുന്ന പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്ക് എന്തായിരിക്കും? ഇവർ ചിലപ്പം ആ പർട്ടിക്കുലർ കസ്റ്റമർ ഇൻസ്പെക്ഷൻ നടത്തുന്നതിന് മുന്നേ തന്നെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവുന്നതായിരിക്കും. ശരിയല്ലേ? അപ്പോൾ നമ്മളിവിടെ എന്ത് പറയാം? പ്രോപ്പർലി നമ്മൾ പറയണം ആസ് പെർ IFRS 15 റവന്യൂ ഫ്രം കോൺട്രാക്ട്സ് വിത്ത് കസ്റ്റമേഴ്സ് റവന്യൂ ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ഓൺലി വെൻ ദ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ആർ ബീങ് സാറ്റിസ്ഫൈഡ്. ഇനി സിനാരിയോ പറയാം. The company have recently signed a contract with Allen Company, and whereby the company have agreed to Allen Company that they deliver the product to the customer warehouse, Allen Company's warehouse, and the final inspection of product be done by the directors of Allen Company. However, there can be chances that company might have recognized the revenue before the performance obligation relating to the contract are being satisfied, which will create overstatement of revenue and understatement of deferred income. ഇതായിരിക്കും നമ്മളവിടെ റിസ്ക് ആയിട്ട് പറയുന്നുണ്ടാവുക. സോ ദിസ് ഈസ് ഹൗ വി നീഡ് ടു സ്പെസിഫൈ ദ റിസ്ക്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അവിടെ മെറ്റീരിയാലിറ്റി പറയണം, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയണം, വാട്ട് വിൽ ഗോ റോങ് ദെയർ എന്നുള്ള കാര്യം പറയാം, ഇമ്പാക്ട് ഓൺ എഫ്എസ് എന്താണോ അതും ക്ലിയർലി സ്പെസിഫൈ ചെയ്യണം. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? ഇനി ഓഡിറ്റ് റിസ്ക് വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആവണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക ഓഡിറ്റ് റിസ്ക് വിത്തൗട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് വേണമെങ്കിലും ആവാം. സോ ഇൻ കേസ് എങ്ങാനും ഓഡിറ്റ് റിസ്ക് വിത്തൗട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് നമ്മളോട് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ അവിടെയും നമ്മൾ പ്രോപ്പർലി എന്ത് ചെയ്യണം? സിനാരിയോയ്ക്കകത്ത് പറഞ്ഞേക്കുന്ന ഇഷ്യൂ എന്താണോ ആ സിനാരിയോക്കകത്ത് പറഞ്ഞേക്കുന്ന ഇഷ്യൂ എന്താണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമതായിട്ട് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്താണോ ആ റിസ്ക് നമ്മൾ പ്രോപ്പർലി എക്സ്പ്ലെയിൻ ചെയ്യണം. ആൻഡ് മൂന്നാമതായിട്ട് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഓവറോൾ ഇമ്പാക്ട് ഓൺ എഫ്എസ് എന്താണെന്നുള്ളത് നോക്കുക. ആ ഓവറോൾ ഇമ്പാക്ട് ഓൺ എഫ്എസ് എന്താണെന്നുള്ളത് നമ്മൾ പ്രോപ്പർലി പറയണം. അപ്പോൾ ഓഡിറ്റ് റിസ്ക് വിത്തൗട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ ഇഷ്യൂ എന്താണോ അത് ഐഡന്റിഫൈ ചെയ്യുക, റിസ്ക് എന്താണെന്നുള്ളത് പ്രോപ്പർലി എക്സ്പ്ലെയിൻ ചെയ്യുക, ഓവറോൾ ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണോ ആ ഓവറോൾ ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്നുള്ള കാര്യം പറയുക. അതായത് ഇപ്പൊ നമ്മളോട് അവിടെ മേ ബി പറഞ്ഞിട്ടുണ്ടാവുക കമ്പനി കറണ്ട് ഇയറിൽ ഒരു ന്യൂ ഫിനാൻസ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്തെന്നുള്ളതായിരിക്കും. സോ കമ്പനി കറണ്ട് ഇയറിൽ ഒരു പുതിയ ഫിനാൻസ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്തു. നിങ്ങളോട് പറയാണ് ആ ഫിനാൻസ് ഡയറക്ടർ ഇത്രയും നാളും 10 years മുന്നേ വരെ ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. നമ്മുടെ കമ്പനിയുടെ ബിസിനസ് എന്ന് പറയുന്നത് വേറെ ഏതൊരു ഇൻഡസ്ട്രി ആണെന്ന് പറയാണ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണെന്ന് പറയാണ്. സോ ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാകുന്ന ഇഷ്യൂ എന്തായിരിക്കും? ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെയും അതേപോലെ തന്നെ നമ്മുടെ ഇതുപോലെയുള്ള ഒരു ബാങ്ക് എന്ന് പറയുന്ന ബിസിനസിന്റെയും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പോളിസീസും ട്രീറ്റ്മെന്റും ഒക്കെ ആയിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് അതിനെക്കുറിച്ച് നോളജ് ഇല്ലെങ്കിൽ പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്ക് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ അതാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത്. ശരിയല്ലേ? അപ്പൊ നമ്മളവിടെ ആൻസറിൽ അത് പറയുന്നത് ഇങ്ങനെയായിരിക്കും. നമ്മൾ എന്ത് പറഞ്ഞു പോവാ? നിങ്ങൾ പറയാ ദി കമ്പനി ഹാവ് newly appointed a finance director who is having almost 10 years of experience in a banking sector. However, Allen Company is a company which is operating currently in pharmaceutical sector, and the accounting policies, principles, and all applicable for a pharmaceutical company will be entirely different from that of a banking sector. Therefore, in case if the newly appointed director is not having sufficient experience in relation to the financial reporting matters, there can be chances of having incorrect accounting treatment adopted by him, which would result in material mistakes in the company's financial statements. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മളത് പറയുക. അപ്പോൾ കുറച്ചുകൂടി ജനറൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഓഡിറ്റ് റിസ്ക് വിത്തൗട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്നുണ്ടാവുക. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? മക്കളെ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും ക്ലിയർ ആണോ? Yes, sir. Okay. So this is what we have in relation to the audit risk. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പാറ്റേണിലാണ് നമ്മൾ ഓഡിറ്റ് റിസ്കിന്റെ ക്വസ്റ്റ്യൻസ് എഴുതുക. ഇനി ഈ ഓഡിറ്റ് റിസ്കിന്റെ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ നമുക്ക് പ്രൊഫഷണൽ മാർക്ക് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള അടുത്ത കാര്യം, നമ്മൾ ഇൻ കേസ് എങ്ങാനും ഈ ഓരോ റിസ്കിനെ കുറിച്ചും ചോദിക്കുന്ന സമയത്ത്, ഇൻ കേസ് എന്നല്ല ഡെഫിനറ്റ്ലി നമ്മുടെ അടുത്ത് ചോദിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് സിഗ്നിഫിക്കൻറ്റ് റിസ്കുകൾ എന്തൊക്കെയാണോ ആ സിഗ്നിഫിക്കൻറ്റ് റിസ്കുകളാണ് നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറയാം. അതായത് നമ്മളോട് പറയും എക്സാമിനർ സിഗ്നിഫിക്കൻറ്റ് റിസ്കിനെ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് പറയും. അപ്പൊ സിഗ്നിഫിക്കൻറ്റ് റിസ്കിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെഞ്ച് മാർക്കാണ് ഇത്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ഐഡന്റിഫൈ ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്യുന്നതിന് യു വിൽ ഗെറ്റ് 1 മാർക്ക്. പക്ഷെ പ്രയോറിറ്റൈസ് ചെയ്താൽ മാത്രം പോരാ, എന്തിന്റെ ബേസിസിലാണ് നിങ്ങൾ ആ സിഗ്നിഫിക്കൻസ് കാണിച്ചേക്കുന്നത് എന്നുള്ള പറയും കൂടെ ചെയ്താൽ മാത്രമാണ് നമുക്ക് മാർക്ക് കിട്ടുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ ഫാക്ടേഴ്സ് ആണ് നോക്കേണ്ടത് അവിടെ സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാൻ. നിങ്ങൾ നോക്കണം സിനാരിയോയ്ക്ക് അത് പറഞ്ഞേക്കുന്ന
പ്രകാരം ഫ്രോഡ് ഉണ്ടാവാനായിട്ടുള്ള എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? റിസ്ക് ഓഫ് ഫ്രോഡ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ സിഗ്നിഫിക്കൻറ്റ് റിസ്ക്. ഇനി ഏതെങ്കിലും ഇക്കണോമിക് അക്കൗണ്ടിങ് ഓർ അതർ ഡെവലപ്മെന്റ്സ്, സേ ഫോർ എക്സാമ്പിൾ റീസെന്റ് ഒരു പുതിയ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വന്നു, കമ്പനിയുടെ ഇക്കണോമിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണ്, അതുകൊണ്ട് ഇമ്പയർമെന്റ്സ് ഉണ്ടാവുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ആയിരിക്കും. സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഏരിയാസ് ലൈക്ക് ഫെയർ വാല്യൂ മെഷർമെന്റ്, അങ്ങനെയുള്ള സബ്ജക്റ്റീവ് ഏരിയാസ് വിൽ ബി ഇൻഡിവിജ്വലി സിഗ്നിഫിക്കൻറ്റ്. അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ, അതായത് ഫസ്റ്റ് ടൈം അവർ കമ്പനി പുതിയ ഒരു ട്രാൻസാക്ഷൻ പെർഫോം ചെയ്യണം, മേ ബി കമ്പനി ആദ്യമായിട്ട് ഒരു ജോയിന്റ് വെഞ്ചർ ഫോം ചെയ്യാണ്, സോ ദേ ആർ നോട്ട് ഫെമിലിയർ വിത്ത് ഇക്വിറ്റി മെത്തേഡ്, അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ്. ഇനി റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്, അതേപോലെ തന്നെ കോംപ്ലക്സ് ട്രാൻസാക്ഷൻ, കൺസിഡർ ദാറ്റ് കമ്പനിക്ക് ഒരുപാട് സബ്സിഡറി എൻറ്റിറ്റീസ് ഉണ്ട്, സോ അവിടെ കോംപ്ലക്സ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് വരുന്നു, അല്ലെ കമ്പനി ആദ്യമായിട്ട് ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഡീൽ ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഇതെല്ലാം സിഗ്നിഫിക്കൻറ്റ് റിസ്കുകളാണ്. അപ്പോൾ ഫ്രോഡ്, അക്കൗണ്ടിങ്, ഇക്കണോമിക് ഓർ അതർ ഡെവലപ്മെന്റ്സ്, സബ്ജക്റ്റീവ് ഏരിയാസ്, അൺയൂഷ്വൽ ട്രാൻസാക്ഷൻസ്, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്, കോംപ്ലക്സ് ട്രാൻസാക്ഷൻ, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സിനാരിയോയിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, റിസ്ക് പ്രയോറിറ്റൈസ് ചെയ്യുക. ഇനി എക്സാമിനർ പുതിയതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞേക്കുന്ന കാര്യമാണ്, റിസ്ക് പ്രയോറിറ്റൈസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഫാക്ടേഴ്സ് ഒന്നും യൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾ നിങ്ങളുടെ ജഡ്ജ്മെന്റിന്റെ ബേസിസിൽ പ്രയോറിറ്റൈസ് ചെയ്താൽ മതി. പക്ഷെ നമുക്കറിയാം 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുമ്പോൾ ഒരു ബ്രീഫിംഗ് നോട്ടിന്റെ ഫോമാറ്റിലാണ് നമ്മളോട് ആൻസർ എഴുതാൻ പറയാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആ ബ്രീഫിംഗ് നോട്ടിന് ഒരു കൺക്ലൂഷൻ പാരഗ്രാഫ് എഴുതൂലേ, ആ കൺക്ലൂഷൻ പാരഗ്രാഫിനകത്ത് ജസ്റ്റ് നിങ്ങൾ എന്തിന്റെ ബേസിസിലാണോ അതിനെ പ്രയോറിറ്റൈസ് ചെയ്തേക്കുന്നത് അത് എന്തിന്റെ ബേസിസിലാണെന്ന് ഒന്ന് പറയണം. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എഴുതി പോയാൽ മതി. ഡ്യൂറിംഗ് ദ പ്ലാനിംഗ് സ്റ്റേജ് വി ഹാവ് ഐഡന്റിഫൈഡ് all the significant audit risk and the significance of the risk has been considered on the basis of possibility of fraud, recent economic accounting or other developments, subjective areas, unusual transactions. ഇതാണ് ഫോളോ ചെയ്തെങ്കിൽ ഇത് പറയാം. നിങ്ങളുടെ മറ്റേ എന്തെങ്കിലും ജഡ്ജ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ജഡ്ജ്മെന്റ് എന്താണെന്ന് എഴുതിയാൽ മതി. ഏതാണെങ്കിലും മാർക്സ് ഫോർ ദാറ്റ്. കാരണം എക്സാമിനർ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്, ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി ടു ഫോളോ എനി സ്പെസിഫിക് ക്രൈറ്റീരിയ ടു ഐഡന്റിഫൈ ദ സിഗ്നിഫിക്കൻറ്റ് റിസ്ക്. നിങ്ങൾ പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എക്സാമിനർക്ക് പ്രൂവ് ആയാൽ മതി. സോ എക്സാമിനർക്ക് മനസ്സിലായി നിങ്ങൾ പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് യൂസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ബേസിസിലാണ് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തേക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ യു ബി ഗെറ്റിംഗ് മാർക്സ്. അല്ല എന്നുണ്ടെങ്കിൽ മാർക്ക് കിട്ടില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന്റെ ബേസിസിൽ റിസ്ക് പ്രയോറിറ്റൈസ് ചെയ്തിട്ടതിന് ശേഷം മാത്രമേ ഓഡിറ്റ് റിസ്ക് എഴുതാവുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഓഡിറ്റ് റിസ്കിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ഇനി നമുക്ക് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സിന് മേലെ ക്വസ്റ്റ്യൻസ് വരാം. പക്ഷെ നമുക്കറിയാം റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സിന് മേലെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അവിടെ യാതൊരു ഡിഫറൻസും ഇല്ല വരുത്താനായിട്ട്. ഡിറ്റക്ഷൻ റിസ്കിന്റെ ഏരിയ ഒഴിവാക്കിയാൽ മാത്രം മതി. ഡിറ്റക്ഷൻ റിസ്കിന്റെ ഏരിയ ഒഴിവാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തായി, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ആയി. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ബേസിസിൽ എഴുതി പോവാം. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ ഓഡിറ്റ് റിസ്കിന്റെയും അതുപോലെ തന്നെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സിന്റെയും നമ്മൾ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളോട് ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്ന ഈ ഏരിയക്കകത്ത് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും കൂടി കൂടിയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈമറി ആയിട്ട് കുറച്ച് സെറ്റ് ഓഫ് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. സോ ഈ പറയുന്ന റേഷ്യോസ് ആയിരിക്കും നമ്മൾ ഏറ്റവും ആദ്യമേ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതായത് നിങ്ങൾക്ക് എല്ലാ സിറ്റുവേഷനിലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന റേഷ്യോസ് ആണ് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, റിസീവബിൾസ് ഡേയ്സ്, ഇൻവെന്ററി ഡേയ്സ്, പേയബിൾസ് ഡേയ്സ്, കറണ്ട് റേഷ്യോ, ക്യുക്ക് റേഷ്യോ, ഇൻട്രസ്റ്റ് കവർ റേഷ്യോ, ഇങ്ങനെയുള്ള എല്ലാ റേഷ്യോസും എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഹൗഎവർ ഈ റേഷ്യോസ് മാത്രമാണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അല്ല. ഈ റേഷ്യോസ് നമുക്ക് ആദ്യം ഇന്റർപ്രിറ്റ് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ളതിലേക്ക് പോവാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ നമ്മുടെ കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിനും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും കൺസിഡർ ചെയ്യാം. കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ 22% നിന്ന് 28%ലേക്ക് കൂടി. പക്ഷെ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്താ ചെയ്തേക്കുന്നത്, 18 നിന്ന് 16 ആയിട്ട് കുറയുവാണ് ചെയ്തേക്കുന്നത്. സോ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കൂടി, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞു.
നമുക്കറിയാം ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കൂടണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാവണം? നമ്മുടെ കമ്പനിയുടെ റവന്യൂ കൂടിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കുറഞ്ഞിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കുറയണം എന്നുണ്ടെങ്കിലോ, ഒന്നെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടിയിട്ടുണ്ടാവണം, അല്ലെങ്കിലോ നമ്മുടെ കമ്പനിയുടെ റവന്യൂ കുറഞ്ഞിട്ടുണ്ടാവണം. ഇവിടെ എന്തെങ്കിലും നമുക്ക് റവന്യൂവിന്റെ മേലെ കൺസിഡർ ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഫോർ ദ ടൈമിംഗ് വിതൗട്ട് സിനാരിയോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. കാരണം റവന്യൂ കൂടിയിട്ടുണ്ടാവാനാണ് സാധ്യത. നമ്മളിവിടെ രണ്ടിടത്തും ഒരേപോലെ വരുന്ന എമൗണ്ട് ആയിട്ടുള്ള എക്സ്പെൻസിന് മേലെ ഫോക്കസ് ചെയ്യാം. അപ്പൊ നമുക്കറിയാം ഇവിടെ നമ്മുടെ അസംഷൻ പ്രകാരം കോസ്റ്റ് ഓഫ് സെയിൽസ് കുറഞ്ഞു, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടി. സോ വിൽ അസ്യൂം ദാറ്റ് there can be chances of having misclassification between cost of sales and operating expenses. അതായത് ജി പി മാർജിൻ കൂടിയോണ്ട് നമ്മൾ അസ്യൂം ചെയ്യും കോസ്റ്റ് ഓഫ് സെയിൽസ് കാണിക്കേണ്ട എക്സ്പെൻസ് അവർ കാണിച്ചിട്ടുണ്ടാവില്ല. ഒ പി മാർജിൻ കുറഞ്ഞുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യും നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽസ് കാണിക്കേണ്ടതും കൂടി എവിടെ കാണിച്ചിട്ടുണ്ടാവും? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനകത്ത് കാണിച്ചിട്ടുണ്ടാവുന്നത്. സോ ഓട്ടോമാറ്റിക്കലി അപ്പോൾ എന്ത് സംഭവിക്കും? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും, കോസ്റ്റ് ഓഫ് സെയിൽസ് അണ്ടർ സ്റ്റേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ റിസ്ക് ഇങ്ങനെയായിരിക്കും പറയാം. The gross profit margin has been increased from 22% to 28%, but the operating profit margin has been decreased from 18% to 16%. Therefore, it represents the possibility of having misclassification of expenses. The expenses that need to be included within the cost of sales might be misclassified into operating expenses, leading to overstated operating expense and understated cost of sales. അപ്പോൾ ഇതായിരിക്കും നമ്മൾ ഫസ്റ്റ് പറയുന്നുണ്ടാവുക. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കമ്പനിയുടെ റിസീവബിൾസ് ഡേയ്സും കൂടുകയാണ് ചെയ്തേക്കുന്നത്. 30 ഡേയ്സിൽ നിന്ന് 55 ഡേയ്സ് ആയി. സോ ഇൻ കേസ് എങ്ങാനും റിസീവബിൾസ് ഡേയ്സ് കൂടുകയാണ് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ എഗെയിൻ അവിടെയും നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ടാവും ഇങ്ങനെയായിരിക്കും. റിസീവബിൾസ് ഡേയ്സ് കൂടിക്കഴിഞ്ഞാൽ ദർ ഈസ് ഓൾവേസ് എ പോസിബിലിറ്റി ദാറ്റ് നമ്മുടെ കമ്പനിയുടെ റിസീവബിൾസ് എന്താവുകയാണ്? ബാഡ് അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ഡെപ്സ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് കാണിച്ചു തരുന്നത്. അങ്ങനെ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്സ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്താ ചെയ്യുക? ഇത് നമ്മൾ അലവൻസസ് ഫോർ റിസീവബിൾസ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്സ് എന്ത് ചെയ്യണം? റൈറ്റ് ഓഫ് ചെയ്യണം. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? കമ്പനി ഈതർ ഓഫ് ദം ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ റിസീവബിൾസ് എന്താവും? ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും. അതേപോലെ തന്നെ റിലേറ്റഡ് എക്സ്പെൻസസ് എന്തായിരിക്കും? അൺസ്റ്റേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയാ? റിസീവബിൾസ് ഡേയ്സ് ഹാസ് ബീൻ ഇൻക്രീസ് ഫ്രം 30 days to 55 days. Therefore, there can be chances that the expenses, there should be allowances for receivables or bad and doubtful debts have to be recognized in relation to the receivables. If not, receivables will be overstated and the related expenses will be understated. ഇനി ഇൻവെന്ററി ഡേയ്സും കൂടുകയാണ്. നമുക്കറിയാം ഇൻവെന്ററി ഡേയ്സ് കൂടുക എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ കമ്പനിയുടെ ഇൻവെന്ററി വിറ്റ് പോകാൻ കൂടുതൽ ടൈം എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തിനുള്ള പോസിബിലിറ്റി ആയിരിക്കും ഉണ്ടാവുക? There can be chances that the inventory might be slow moving or obsolete, for which company എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? Either company have to create allowances for the inventory, അല്ലെങ്കിലോ inventory should be written down to the lower of cost of NRV. If not, എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? ഇൻവെന്ററി എന്തായിരിക്കും? ഓവർസ്റ്റേറ്റഡ് ആയിരിക്കും. റിലേറ്റഡ് എക്സ്പെൻസസ് എന്തായിരിക്കും? അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. ക്ലിയർ ആയി മക്കളെ? ഇനി എല്ലാ അഡ്വേഴ്സ് റേഷ്യോസും പിക്ക് ചെയ്യാം. അഡ്വേഴ്സ് റേഷ്യോസ് എല്ലാം പിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ എന്ത് പറയാം? ഇപ്പൊ നമ്മുടെ ഒരുപാട് റേഷ്യോസ് നെഗറ്റീവ് ആയിട്ടുണ്ട്. അതായത് നമുക്കറിയാം കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ഇൻട്രസ്റ്റ് കവർ റേഷ്യോ ഒക്കെ കൂടുന്നതാണ് നല്ലത്. ഇവിടെ പക്ഷെ കുറയാണ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഇൻവെന്ററി, റിസീവബിൾസ്, പേബിൾസ് ഡേയ്സ് ഒക്കെ കുറയുന്നതാണ് നല്ലത്. ഇവിടെ കൂടുകയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ അഡ്വേഴ്സ് റേഷ്യോസും പിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അവിടെ എന്താ പറയേണ്ടത്? There is possibility of having uncertainty relating to going concern related uncertainty ഉണ്ടെന്ന് പറയാം. And in case of any uncertainty, it should have been adequately disclosed in the financial statements. അവിടെ ഉണ്ടാവുന്ന റിസ്ക് എന്തായിരിക്കും? ഇവർ അൺസർട്ടനിറ്റീസ് ഒന്നും പ്രോപ്പർലി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ഡിസ്ക്ലോഷേഴ്സ് മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആവും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുന്ന സമയത്ത് എഴുതുക. ഇനി ഇതിന് പുറമെ നിങ്ങൾക്ക് ഒരു റേഷ്യോ കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിന് പുറമെ നമുക്ക് എല്ലാ സിറ്റുവേഷനിലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റേഷ്യോ ആണ് ദി ഇഫക്റ്റീവ് ടാക്സ് റേറ്റ്. ഇഫക്റ്റീവ് ടാക്സ് റേറ്റ് എന്ന് പറയുന്ന ഒരു റേഷ്യോ കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. ഇഫക്റ്റീവ് ടാക്സ് റേറ്റ്. സോ ബേസിക്കലി ഇഫക്റ്റീവ് ടാക്സ് റേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കമ്പനിയുടെ ടാക്സ് ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ചെയ്യുക, കറണ്ട് ഇയറിന്റെയും പ്രീവിയസ് ഇയറിന്റെയും. അപ്പൊ ടാക്സ് ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ചെയ്യുന്ന സമയത്ത് എത്ര പെർസെൻറ്റേജ് ആണ് കമ്പനി ടാക്സ് ആയിട്ട് എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും
നിങ്ങൾ നോക്കണം കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് കൂടുവാണോ ചെയ്തേക്കുന്നത്? പ്രോഫിറ്റ് കൂടി. കമ്പനിയുടെ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ്ങിലി എന്തും കൂടണം? ടാക്സിന്റെ പെർസെൻറ്റേജും കൂടണം. ഇൻ കേസ് എങ്ങാനും ടാക്സ് പെർസെൻറ്റേജിനകത്ത് ഒരു മാറ്റവും ഇല്ല, അല്ലെ ടാക്സ് പെർസെൻറ്റേജ് കുറയുവാണ് ചെയ്തേക്കുന്ന സിനാരിയോക്കകത്ത്, അങ്ങനെയാണ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പോസിബിലിറ്റി എന്തായിരിക്കും? മേ ബി കമ്പനി ഇന്റൻഷണൽ ആയിട്ട് ഇൻകറക്റ്റ് ടാക്സ് റേറ്റ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? കമ്പനിയുടെ ടാക്സ് എക്സ്പെൻസ് അണ്ടർ സ്റ്റേറ്റഡ് ആയിരിക്കും, പ്രോഫിറ്റ് ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും. സോ നിങ്ങൾക്ക് ഇതിന് പുറമെ അപ്പം എന്ത് ചെയ്യാം? നമ്മൾ പറഞ്ഞ പോലെ ഇഫക്റ്റീവ് ടാക്സ് റേറ്റും കമ്പ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആയ മക്കളെ? ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞു വന്നത് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടായിരുന്നു. സെയിം നമ്മുടെ ക്ലാസ്സിൽ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ആദംസ് ഗ്രൂപ്പ്. സോ ഈ ആദംസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത സമയത്ത് നമ്മൾ കണ്ടതായിരുന്നു. നിങ്ങളോട് സിനാരിയോക്കകത്ത് ചോദിക്കും, ഇവാലുവേറ്റ് ആൻഡ് പ്രയോറിറ്റൈസ് ദ ഓഡിറ്റ് റിസ്ക് ടു ബി കൺസിഡേർഡ് ഇൻ പ്ലാനിംഗ് ദ ഓഡിറ്റ് ഓഫ് ദി ഗ്രൂപ്പ്. യുവർ ഇവാലുവേഷൻ ഷുഡ് യൂട്ടിലൈസ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ഫോർ ഐഡന്റിഫൈങ് റെലവെന്റ് ഓഡിറ്റ് റിസ്ക്. നമ്മളോട് ചോദിച്ചിട്ടുണ്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഓഡിറ്റ് റിസ്ക് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തൊക്കെയാണ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് പെർഫോം ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് അവർ എന്ത് തന്നിട്ടുണ്ട്? നിങ്ങൾക്ക് ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള P&L അതേപോലെ തന്നെ നിങ്ങൾക്ക് SOFPയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി ലെങ്തി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ സിനാരിയോ വായിച്ചു പോവുക. നോർമലി ക്വസ്റ്റ്യൻ വായിക്കാറുള്ള പോലെ തന്നെ ആദ്യം തൊട്ടേ സിനാരിയോ വായിച്ചു പോവുക. പക്ഷെ സിനാരിയോ വായിക്കുന്ന സമയത്ത് ഈ സിനാരിയോ വായിക്കുന്നതിനോട് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ നിങ്ങൾ SOFPയും SOPLും കൂടി നോക്കണം. എന്നൊരു സിനാരിയോക്കകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും SOPL അല്ലെ SOFPയിൽ അഫക്റ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ്ങിൽ അതിന്റെ ഇമ്പാക്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കി പോവാം. അതായത് ഇപ്പൊ ഇവിടെ സിനാരിയോ വായിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഇവിടെ ഇപ്പൊ സിനാരിയോക്കകത്ത് പറയുന്നുണ്ട് കമ്പനി കറണ്ട് ഇയറിൽ പുതുതായിട്ടൊരു അസോസിയേറ്റിനെ അക്യൂർ ചെയ്തു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കമ്പനി കറണ്ട് ഇയറിൽ ഒരു അസോസിയേറ്റിനെ അക്യൂർ ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ അതിനെ എന്ത് വേണം ചെയ്യാൻ? ഇക്വിറ്റി മെത്തേഡിൽ വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? സിനാരിയോക്കകത്ത് പ്രോപ്പർലി നോക്കുക, കമ്പനിയിൽ ഇക്വിറ്റി മെത്തേഡിൽ സിംഗിൾ ലൈൻ ആയിട്ട് കാണിച്ചിട്ടുണ്ടോ? കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റ് SOFP കാണിച്ചിട്ടുണ്ടോ? യെസ്, കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റ് SOFP കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ കാണിച്ചിട്ടുണ്ടോ സിംഗിൾ ലൈൻ ആയിട്ട്? ഇല്ല. സോ ദാറ്റ് മേക്സ് ആൻ ഇഷ്യൂ. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് വേണേൽ പറയാം. ഇനി അതേപോലെ തന്നെ നിങ്ങൾ സിനാരിയോക്കകത്ത് നോക്കുക, വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഇവിടെ അവർ പറയുന്നുണ്ട് കമ്പനി ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഫെയർ വാല്യൂ മെത്തേഡിലാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. നമുക്കറിയാം ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഫെയർ വാല്യൂലാണ് റെക്കോർഡ് ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫെയർ വാല്യൂ ഗെയിൻ എത്രയാണെന്നുള്ളത് നോക്കണം. ഇതാണ് ഇവിടെ 2.5 ഉണ്ട് ഫെയർ വാല്യൂ ഗെയിൻ. ആ ഫെയർ വാല്യൂ ഗെയിൻ എന്നിട്ട് അവർ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് P&L റെക്കഗ്നൈസ് ചെയ്യണം ആസ് എ സിംഗിൾ ലൈൻ ആയിട്ട്. അപ്പൊ P&L ഫെയർ വാല്യൂ ഗെയിൻ കാണിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ല, ഫെയർ വാല്യൂ ത്രൂ P&L ആണ്, അവിടെ അത് കാണിച്ചിട്ടില്ല. പക്ഷെ അത് ഇവിടെ വന്നിട്ടുണ്ട്, നമ്മുടെ OCIയിൽ വന്നിട്ടുണ്ട്. പക്ഷെ OCIയിൽ എത്രയാണ് വന്നേക്കുന്നത്? 1 മില്യണേ വന്നിട്ടുള്ളൂ. മൊത്തം 2.5 മില്യൺ ഉണ്ടായിരുന്നു. സോ ഇറ്റ്സ് എ മിസ്റ്റേക്ക്. അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യാം. അപ്പൊ ഇങ്ങനെ സിനാരിയോയും അതേപോലെ തന്നെ നമുക്കുള്ള ഫിനാൻഷ്യൽസും കൂടി തമ്മിൽ കണക്ട് ചെയ്ത് എഴുതാനായിട്ട് നോക്കണം. ഇനി ഫുൾ സിനാരിയോ വായിച്ചു അതുമായിട്ട് കണക്ട് ചെയ്യാനുള്ള എല്ലാം കണക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ കമ്പനിയുടെ SOFP വരിക. SOFP വന്നിട്ട് ഓരോ എമൗണ്ട്സും കമ്പയർ ചെയ്ത് നോക്കണം. ഇപ്പൊ PP കഴിഞ്ഞ വർഷവും ഈ വർഷവും സെയിം ആണ്, 45. പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്ക് ഉണ്ടോ? ഉണ്ട്, 0 ഡിഫറൻസ് ആണ്. സോ ദർ ഈസ് പോസിബിലിറ്റി ദാറ്റ് കമ്പനി കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇനി ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ഇൻടാഞ്ചിബിൾ അസറ്റ് കറണ്ട് ഇയറിലും പ്രയർ ഇയറിലും സെയിം വാല്യൂ തന്നെയാണ്. 800,000 വെച്ചിട്ടാണ്, 8,000 വെച്ചിട്ടാണ് 2 വർഷവും. സോ ദർ ഇസ് പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്ക്. ഇനി അങ്ങനെ ഓരോന്നും നിങ്ങൾ കറണ്ട് ഇയറും പ്രീവിയസ് ഇയറും ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. എന്നിട്ട് പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ഇനി കമ്പനി കറണ്ട് ഇയറിൽ പുതിയ ഷെയർ എന്തെങ്കിലും ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കറിയാം ദർ ഷുഡ് ബി പ്രോപ്പർ സ്പ്ലിറ്റ് ബിറ്റ്വീൻ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഷെയർ പ്രീമിയം അക്കൗണ്ട്. ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ഇനി കമ്പനിയുടെ റീറ്റെയിൻ ഏർണിംഗ്സ് 34,000 ആണ് കറണ്ട് ഇയറിൽ, പ്രീവിയസ് ഇയറിൽ 94,600 ആണ്. സോ ദർ ഇസ് എ ഡിഫറൻസ് ഓഫ് 9,400. നമ്മൾ എന്ത് ചെയ്യുക? പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കുക. കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് 9,700 ആണ്. നമുക്കറിയാം കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് 9,700 ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് 9,400 ആണ് റീറ്റെയിൻ ഏർണിംഗ്സ് വന്നേക്കുന്നത്. സോ ബാക്കി 300 എവിടെ പോയിട്ടുണ്ടാവണം? നമുക്കറിയാം പ്രോഫിറ്റിന്റെ അകത്തുനിന്ന് ഒരു ഷെയർ റീറ്റെയിൻ ഏർണിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നോർമലി ഒരു ഷെയർ അങ്ങോട്ടാ പോവുക? ഡിവിഡൻഡിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ്
ഡിസ്ക്ലോഷേഴ്സ് കമ്പനി കൊടുത്തിട്ടുണ്ടാവണം ഡിവിഡൻഡ് ഇഷ്യൂ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? കമ്പനി പ്രോപ്പർ ഡിസ്ക്ലോഷേഴ്സ് കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവരുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഡിസ്ക്ലോഷേഴ്സ് മിസ്റ്റേറ്റഡ് ആവും. സോ ഇങ്ങനെ ഓരോന്നും കറണ്ട് ഇയറും പ്രീവിയസ് ഇയറുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കണം. എഗെയിൻ ബാങ്ക് ലോൺ കഴിഞ്ഞ വർഷവും ഈ വർഷം എന്താ സെയിം ആണ്. ബാങ്ക് ലോണിന്റെ എമൗണ്ട് സെയിം ആണെങ്കിൽ ഇപ്പൊ സിനാരിയോക്ക് അത് ബാങ്ക് ലോൺ പുതുതായിട്ട് എടുത്തു എന്ന് പറഞ്ഞാൽ അത് ഇവിടെ കൂടിയിട്ടുണ്ടോ എന്ന് നോക്കുക. സിനാരിയോക്ക് അത് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ബാങ്ക് ലോണിന്റെ എമൗണ്ട് സെയിം ആയിട്ട് തന്നെ നിൽക്കുക. അപ്പൊ നിങ്ങൾ രണ്ടാമത് എന്താ ചെയ്യേണ്ടത്? ബാങ്ക് ലോണിന്റെ എമൗണ്ട് സെയിം ആണെങ്കിൽ നിങ്ങൾ SOPL പോയിട്ട് നോക്കണം ഫിനാൻസ് കോസ്റ്റിനകത്ത് മാറ്റമുണ്ടോ? ഇല്ല, ഫിനാൻസ് കോസ്റ്റും കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ സെയിം ആണ്. സോ ദർ ഇസ് നോ പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്ക്. നിങ്ങളൊന്നും പറയണ്ട. ഇങ്ങനെ ഓരോന്നും കറണ്ട് ഇയറും പ്രയർ ഇയറുമായിട്ടും അതിന്റെ കമ്പാരിസൺ നമ്മൾ ഇവിടെ വന്ന് ചെയ്യുന്നതിനെയാണ് വി വിൽ കോൾ ഇറ്റ് ആസ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. സോ ഇങ്ങനെയാണ് നമ്മൾ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒന്നുകൂടെ പറയാം. സിനാരിയോ വായിക്കുന്നതിനോട് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ SOFPയിലും P&L നോക്കാനുള്ള ഓരോ കാര്യങ്ങളും നോക്കി പോവാം. അതിനുശേഷം റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുക, റേഷ്യോസ് വെച്ച് ഇന്റർപ്രറ്റ് ചെയ്യുക. ദെൻ SOFP വരിക. SOFPയിലെ ഓരോരോ കാര്യങ്ങളും കറണ്ട് ഇയറും പ്രയർ ഇയറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. അതിന്റെ ഇമ്പാക്ട് എന്തെങ്കിലും P&L വരുന്നതാണ് P&L പോയിട്ട് നോക്കുക അപ്രോപ്രിയറ്റ്ലി ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. സോ ദിസ് ഈസ് ഹൗ യു നീഡ് ടു ഡു അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. അപ്പൊ ഇങ്ങനെയാണ് we need to present answers in relation to the audit risk and risk of material misstatement with analytical procedures. So already ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടാവും ഫയല്. ഈ ഫയൽസ് നിങ്ങൾക്ക് നേരെ ഡയറക്ട്ലി ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അലൻ ബിജു പാലക് ഓഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ഫയൽസ് വെരി ഈസിലി. സോ ഇത് ഓൾമോസ്റ്റ് ഒരു 18 പേജസ് ഉള്ള ഒരു ഫയലാണ്. നമ്മൾ ഓൾറെഡി ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഒരിക്കലും ഈ നോട്ട്സ് ബൈ ഹേർട്ട് പഠിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ നോട്ട്സിന്റെ പേർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ്. മീനിങ് മനസ്സിലാക്കുക എന്നുള്ള ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്. കോമൺ ആയിട്ട് എക്സാമിന് വരാറുള്ള കുറെ റിസ്കുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ആ റിസ്കുകൾ ഓരോന്നും നമ്മുടെ ഫോമാറ്റ് പ്രകാരം തന്നെ ഐഡന്റിഫൈ ചെയ്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറഞ്ഞ് പോയേക്കുന്നതാണ്. സോ ഇഫ് പോസിബിൾ എല്ലാവർക്കും സമയം കിട്ടുകയാണെങ്കിൽ ഈ റിസ്കുകൾ ഒന്ന് വായിച്ചു നോക്കുക. സോ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഹൗ യു നീഡ് ടു റൈറ്റ് ആൻസേഴ്സ് ഇൻ റിലേഷൻ ടു ഓഡിറ്റ് റിസ്ക്. സോ ഒരു റെഫറൻസ് പേർപ്പസിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുക. ഒരിക്കലും ഇത് പഠിച്ച് അതേപോലെ തന്നെ അവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കരുത്. പ്രോപ്പർലി മനസ്സിലാക്കി മീനിങ് മാത്രമായിട്ട് എഴുതുക. ഓക്കെ, ഇനി ഓഡിറ്റ് റിസ്കിന്റെ ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് വി നോ അനദർ ഏരിയ കോൾഡ് ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്ക് എന്ന് പറയുന്ന ഏരിയ. സോ ബേസിക്കലി ബിസിനസ് റിസ്ക് എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് അവർ ചോദിക്കുന്ന ഇതാണ്: നിങ്ങൾക്ക് എന്തൊക്കെയാണ് സിഗ്നിഫിക്കന്റ് ബിസിനസ് റിസ്കുകൾ സിനാരിയോക്കകത്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, എന്നാൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബിസിനസ് റിസ്കിനെ കുറിച്ച് എങ്ങനെ ആൻസർ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് പറയുന്നതിന് മുന്നേ എന്താണ് ബിസിനസ് റിസ്ക് എന്നുള്ള കാര്യം നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ബിസിനസ് റിസ്ക് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ കമ്പനിക്ക് പലതരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് പല പല സ്ട്രാറ്റജീസ് ഉണ്ടാവും. സോ ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണോ ആ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിൽ നിന്നും ആ കമ്പനിനെ പ്രിവെന്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ബിസിനസ് റിസ്ക് എന്ന് വിളിക്കുന്നുണ്ടാവുക. സോ വാട്ട് എവർ ബി ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിൽ നിന്നും ആ കമ്പനിനെ പ്രിവെന്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് ബിസിനസ് റിസ്ക് എന്ന് വിളിക്കുക. അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണോ ആ സ്ട്രാറ്റജീസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ നിന്നും ആ കമ്പനിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് ബിസിനസ് റിസ്ക് എന്ന് വിളിക്കുക. അത് മേ ബി എന്തെങ്കിലും ഇവന്റ് കാരണം കൊണ്ടോ സർക്കംസ്റ്റൻസ് കാരണം കൊണ്ടാവാം, കമ്പനിയായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും ആക്ഷൻ കാരണം കൊണ്ടോ, കമ്പനി ചെയ്യാത്തൊരു ഇനാക്ഷൻ കാരണം കൊണ്ടോ ആവാം. സോ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണോ ആ ഒബ്ജക്റ്റീവ്സ് കമ്പനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണോ ആ സ്ട്രാറ്റജീസ് കമ്പനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഇതിനെയാണ് നമ്മൾ ബിസിനസ് റിസ്ക് എന്ന് വിളിക്കുന്നുണ്ടാവുക. സോ ദിസ് ഈസ് വാട്ട് വി നീഡ് ടു കൺസിഡർ ഇൻ റിലേഷൻ ടു ദ ബിസിനസ് റിസ്ക്. ഇനി ബിസിനസ് റിസ്കിന്റെ ആൻസേഴ്സ് എഴുതുന്ന സമയത്തും നിങ്ങൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യമേ സിനാരിയോക്കകത്തു നിന്നും എന്താണോ ബിസിനസ് റിസ്ക് ആ ബിസിനസ് റിസ്ക് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ കാര്യം ഐഡന്റിഫൈ ചെയ്യാം. രണ്ടാമതായിട്ട് അത് എന്തുകൊണ്ടാണ് ബിസിനസ് റിസ്ക് ആയത്, വൈ ഓ ഹൗ ഡു യു കൺസിഡർ ഇറ്റ് ആസ് എ ബിസിനസ് റിസ്ക് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. മൂന്നാമതായിട്ട് ആ ബിസിനസ് റിസ്ക് കാരണം കൊണ്ട് എന്താണോ ഇമ്പാക്ട് ഓൺ എൻറ്റിറ്റി. നമുക്കറിയാം ഓഡിറ്റ് റിസ്കിന്റെ അത് നമ്മൾ എഴുതിയത് എന്തായിരുന്നു, ഓവറോൾ ഇമ്പാക്ട് അല്ലെങ്കിൽ ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ എഴുതുന്നത് ഇമ്പാക്ട് ഓൺ എൻറ്റിറ്റി ആണ്, നമ്മുടെ കമ്പനിയിൽ വന്നേക്കുന്ന ഇമ്പാക്ട് എന്താന്നുള്ളതാണ് എഴുതുക.
സോ അതേപോലെ തന്നെ ഇമ്പാക്ട് ഓൺ എൻറ്റിറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവിടെ എന്തൊക്കെയാ പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ക്യാഷ് ഫ്ലോയിൽ വരുന്ന ഇമ്പാക്ട് എന്തൊക്കെയാണ്, കമ്പനിയുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ മാർജിനിൽ വരാൻ പോകുന്ന ഇമ്പാക്ട് എന്താണ്, കമ്പനിയുടെ റവന്യൂവിന്റെ മേലെ വരാൻ പോകുന്ന ഇമ്പാക്ട് എന്താണ്, അതേപോലെ തന്നെ കമ്പനിയുടെ ബ്രാൻഡ് നെയിം, ദെൻ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ, കമ്പനിയുടെ ഗുഡ് വിൽ, ആൻഡ് അബോവ് ഓൾ കമ്പനിയുടെ ഗോയിങ് കൺസേൺ. ഓക്കെ, ഗോയിങ് കൺസേൺ. സോ ഇതിന്റെയൊക്കെ മേലെ വരാൻ പോകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവും. ക്യാഷ് ഫ്ലോ, പ്രോഫിറ്റ് അല്ലെ മാർജിൻ, റവന്യൂ, ബ്രാൻഡ് നെയിം, റെപ്യൂട്ടേഷൻ, ഗുഡ് വിൽ, ഗോയിങ് കൺസേൺ, ഇതിനെയൊക്കെ എങ്ങനെയാണ് ബിസിനസ് റിസ്ക് അഫക്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. സോ ബിസിനസ് റിസ്കിന് ആൻസേഴ്സ് എഴുതുമ്പോൾ എപ്പോഴും സിനാരിയോക്കകത്തുനിന്ന് എന്താണ് ബിസിനസ് റിസ്ക് അത് പ്രോപ്പർലി ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം അത് എങ്ങനെയാണ് ബിസിനസ് റിസ്ക് ആയത്, ആ ബിസിനസ് റിസ്ക് എങ്ങനെ ആയെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻഡ് ഫൈനലി ഇത് കാരണം കൊണ്ട് എന്താണ് ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നത്, സോറി ഇമ്പാക്ട് ഓൺ എൻറ്റിറ്റി എന്താണ് വരുന്നത്, ആ ഇമ്പാക്ട് ഓൺ എൻറ്റിറ്റി എന്താണെന്നുള്ളതും പ്രോപ്പർലി ഐഡന്റിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യണം. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ നമ്മുടെ ബിസിനസ് റിസ്കിന് ആൻസേഴ്സ് പ്രസന്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ആൻഡ് ഐ ഹാവ് ഓൾസോ ഷെയർഡ് എ നോട്ട് ഓൺ ബിസിനസ് റിസ്ക്. സോ ഇവിടെ കോമൺ ആയിട്ടുള്ള കുറെ ബിസിനസ് റിസ്കുകളാണ് പറയുന്നത്. അതായത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ സിനാരിയോക്കകത്ത് എവിടെയെങ്കിലും പറയാണ് നമ്മുടെ കമ്പനിക്ക് ഫോറിൻ കൺട്രിയിൽ ഓപ്പറേഷൻസ് ഉണ്ട്, അതായത് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ഉണ്ടെന്ന് സിനാരിയോക്കകത്ത് എവിടെയെങ്കിലും പറയാണ്. ഇപ്പൊ നമ്മുടെ കമ്പനിക്ക് ഇന്റർനാഷണൽ ഓപ്പറേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ മൾട്ടിപ്പിൾ റിസ്കുകൾ വരും. ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ ഈ കമ്പനീസ് ലോക്കൽ ലോ ആൻഡ് റെഗുലേഷൻ കംപ്ലൈ ചെയ്യേണ്ടി വരും. ഏത് കൺട്രിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ കൺട്രിയുടെ ലോ ആൻഡ് റെഗുലേഷനും കംപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. റിസ്ക് എന്തായിരിക്കും, അവർക്ക് ഈ ലോ ആൻഡ് റെഗുലേഷനെ കുറിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നോളജ് ഇല്ലാത്തതുകൊണ്ട് നോൺ കംപ്ലയൻസ് വിത്ത് ലോ ആൻഡ് റെഗുലേഷൻ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കൂടുതലായിരിക്കും. സോ വിച്ച് മൈറ്റ് ക്രിയേറ്റ് സിഗ്നിഫിക്കന്റ് പെനാൽറ്റി ആൻഡ് ഫൈൻ ഫോർ ദ കമ്പനി. ഇനി അതേപോലെ തന്നെ നമുക്കറിയാം ഒരു കമ്പനിക്ക് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ ആ കമ്പനി ഒരുപാട് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഓട്ടോമാറ്റിക്കലി ഈ കമ്പനിക്ക് പ്രോപ്പർലി പ്ലാൻ ചെയ്യാൻ അല്ലെങ്കിൽ ബഡ്ജറ്റ് ചെയ്യാൻ പറ്റില്ല. എഗെയിൻ ഇവർക്ക് പലതരത്തിലുള്ള ഫോറിൻ കറൻസി ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ നമുക്കറിയാം ഒരു സിംഗിൾ സപ്ലൈറിന്റെ മേലെ റിലേ ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെന്ന് സിനാരിയോയിൽ പറയാണ്. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക, ഒരു സിംഗിൾ സപ്ലൈറിന്റെ മേലെയാണ് റിലേ ചെയ്യുന്നുണ്ടെങ്കിൽ there can be chances that in case of any delay in raw materials by the supplier would result in total curtailment of our company's production. നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഹോൾട്ടഡ് ആയി പോകും, നമുക്ക് പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാണ്ട് വരും, കസ്റ്റമർ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യില്ല, കസ്റ്റമർ ഡിസാറ്റിസ്ഫൈഡ് ആവും. ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോകുന്നതാണ് ബിസിനസ് റിസ്കുകൾ എന്ന് പറയാം. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ നമ്മളോട് പറയാണ് ഇപ്പൊ നമ്മുടെ കമ്പനി പ്രോഡക്റ്റ് ലൈസൻസിങ് ചെയ്താൽ മാത്രമേ നമ്മുടെ കമ്പനിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അവിടെ ഉണ്ടാകുന്ന ബിസിനസ് റിസ്ക് എന്തായിരിക്കും, നമ്മുടെ കമ്പനി പ്രോഡക്റ്റ് ലൈസൻസ് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് നമുക്ക് പ്രോഡക്റ്റ് ലൈസൻസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ the whole amount which we have spent on research and development will become worthless. നമ്മുടെ കമ്പനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ആ ടോട്ടൽ കോസ്റ്റ് നമുക്ക് ഇത്രയും നാളും സ്പെൻഡ് ചെയ്ത് യൂസ്ലെസ് ആയി പോകും. വി വോണ്ട് ബി ഏബിൾ ടു യൂസ് ദാറ്റ്. സോ ഇതായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക ലൈസൻസിങ് ഓഫ് പ്രോഡക്ട്സുമായിട്ട് റിലേറ്റ് ചെയ്ത്. ഇങ്ങനെയാണ് നമ്മൾ ഓരോരോ ബിസിനസ് റിസ്കുകളും പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് സിനാരിയോ നമ്മൾ ബിസിനസ് റിസ്കുകൾ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പോവായിരിക്കും ചെയ്യുക. അപ്പോൾ ഓരോ ബിസിനസ് റിസ്ക്കും പറയുമ്പോൾ നിങ്ങൾ പ്രോപ്പർലി അത് ഐഡന്റിഫൈ ചെയ്യുക, എന്തുകൊണ്ടാണ് അത് ബിസിനസ് റിസ്ക് ആവുന്നത് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുക, അത് കാരണം കൊണ്ട് എന്താണ് ഇമ്പാക്ട് ഓൺ എൻറ്റിറ്റി വരുന്നത് അതും പറയാം. ഓക്കെ, ഇനി ബിസിനസ് റിസ്ക്കും ഇതുമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അസോസിയേറ്റ് ചെയ്ത് നമ്മളോട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അഡീഷണൽ ഇൻഫർമേഷൻ. അഡീഷണൽ ഇൻഫർമേഷൻ. സോ ബേസിക്കലി എന്താ അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് എക്സാമിനർ ചോദിക്കും ഇൻ റിലേഷൻ ടു ദ ഓഡിറ്റ് റിസ്ക് യു ഐഡന്റിഫൈഡ്. ഓഡിറ്റ് റിസ്കുകൾ നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത്, നിങ്ങൾ കണ്ടുപിടിച്ച ഓഡിറ്റ് റിസ്കിനെ ബേസ് ചെയ്ത് എന്തൊക്കെ അഡീഷണൽ ഇൻഫർമേഷൻ ആണ് ഓഡിറ്റർ റിക്വയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളോട് ചോദിക്കും. സോ അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ എന്താ ഇവിടെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ കണ്ടുപിടിച്ച റിസ്ക് എന്താണോ, വോട്ട് എവർ ബി ദ റിസ്ക് വിച്ച് യു ഹാവ് ഐഡന്റിഫൈഡ്, അതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് എന്ത് അഡീഷണൽ ഇൻഫർമേഷൻ വേണം എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളിപ്പം സിനാരിയോക്കകത്ത് ഇപ്പം നിങ്ങൾ കണ്ടു കമ്പനിയുടെ റവന്യൂ റെക്കഗ്നേഷൻ അത് മിസ്റ്റേക്ക് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉള്ള എന്തെങ്കിലും കാര്യം. ഇപ്പം റവന്യൂ റെക്കഗ്നേഷനെ ബേസ് ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് അഡീഷണൽ ഇൻഫർമേഷൻ ആയിരിക്കും വേണ്ടത്, കമ്പനിയുടെ റവന്യൂ റെക്കഗ്നേഷൻ പോളിസി ആയിരിക്കും. അതിന് വേണ്ടിയിട്ടായിരിക്കും സെയിൽസ് അപ്രോപ്രിയേറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇനി അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ പ്രയർ ഇയർ ഓപ്പണിംഗ് ബാലൻസ് ക്ലോസിംഗ് ബാലൻസിൻ്റെ മിസ്റ്റേറ്റ്മെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അത് കാരണം കൊണ്ട് കറണ്ട് ഇയർ ഓപ്പണിംഗ് ബാലൻസ് അഫക്റ്റഡ് ആവും എന്നാണ് പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വേണ്ട അഡീഷണൽ ഇൻഫർമേഷൻ എന്തായിരിക്കും, കോപ്പി ഓഫ് വർക്കിംഗ് പേപ്പർ ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാ ഓപ്പണിംഗ് ബാലൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾ റിസ്ക് ആയിട്ട് പറയാണ്
ഒരു കമ്പനി ഇപ്പോൾ ഒരു പുതിയ ഫിനാൻസ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ ന്യൂ ഫിനാൻസ് ഡയറക്ടർക്ക് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് നോളജ് ഇല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ അത് മിസ്റ്റേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ റിസ്ക്. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് വേണ്ട അഡീഷണൽ ഇൻഫർമേഷൻ എന്തായിരിക്കും? ഡീറ്റെയിൽസ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഓഫ് ഫിനാൻസ് ഡയറക്ടർ ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാ? ഇൻ ഓർഡർ ടു അസസ് ദെയർ കോമ്പീറ്റൻസ്. അപ്പൊ ഇങ്ങനെ സിനാരിയോനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങൾ കണ്ടുപിടിച്ച റിസ്കിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്, അതിനെയാണ് അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് വിളിക്കുക. അപ്പൊ അഡീഷണൽ ഇൻഫർമേഷൻസ് എന്തൊക്കെ വേണം എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ രണ്ട് കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. അതായത് നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ എന്താണോ ആ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ് എന്താണോ അതെന്താണെന്നുള്ള പറയാം. പ്ലസ് എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇത് ചെയ്യുന്നത് അതും എന്താണെന്നുള്ള പേർപ്പസും ക്ലിയർലി ഡിഫൈൻ ചെയ്യുക. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് പറയുന്നുണ്ടാവണം? നിങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പർലി ഓൺ ദ ബേസിസ് ഓഫ് സിനാരിയോ നിങ്ങൾ കണ്ടുപിടിച്ച റിസ്ക് എന്താണോ അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ആ റിസ്കിനെ അസസ് ചെയ്യാൻ എന്താണ് അഡീഷണൽ ഇൻഫർമേഷൻ വേണ്ടതെന്നുള്ള കാര്യം പറയണം. ജസ്റ്റ് എന്താണ് ഇൻഫർമേഷൻ വേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആ ഇൻഫർമേഷന്റെ പേർപ്പസ് എന്താണെന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടാവണം. സോ ദിസ് ഈസ് ഹൗ യു നീഡ് ടു പ്രസന്റ് ആൻസേഴ്സ് ഇൻ റിലേഷൻ ടു ദ അഡീഷണൽ ഇൻഫർമേഷൻ. ഇനി അഡീഷണൽ ഇൻഫർമേഷന്റെ ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും കോർ ഏരിയ എന്ന് പറയുന്ന ഏരിയ ആണ് ദ ഏരിയ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ഓഡിറ്റ് പ്രൊസീജിയേഴ്സിനെ ബേസ് ചെയ്ത് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. എന്താണെങ്കിലും ഓഡിറ്റ് പ്രൊസീജിയറിനെ ബേസ് ചെയ്ത് നമുക്ക് സ്ഥിരം നമ്മൾ കാണാറുള്ളതാണ് നമ്മുടെ ഈ പേപ്പറിനകത്ത്. അപ്പോൾ വെൻ യു ഗെറ്റ് എ ക്വസ്റ്റ്യൻ ഓൺ ഓഡിറ്റ് പ്രൊസീജിയർ, അവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സിനാരിയോയോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾ അവിടെ നോക്കുക സിനാരിയോയ്ക്കകത്ത് ഇവിടെ എന്താണ് നമുക്ക് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ സിനാരിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് കമ്പനി ഒരു റിഡൻഡൻസി നടത്താൻ പോവാണ്. ആ റിഡൻഡൻസി നടത്താൻ വേണ്ടിയിട്ട് കമ്പനി 10,000 റുപ്പീസ് പ്രൊവിഷനായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾ ലോജിക്കലി അവിടെ ആദ്യമേ ആലോചിച്ച് നോക്കാം, റിഡൻഡൻസിക്ക് വേണ്ടിയിട്ട് 10,000 പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ എന്തൊക്കെയാണ് കൺഫേം ചെയ്യേണ്ടത്? 10,000 എന്ന് പറയുന്ന ഫിഗർ എന്ത് അസംഷന്റെ ബേസിസിലാണ്, അത് റീസണബിൾ ആണോ നിങ്ങൾക്ക് അറിയണം. അതേപോലെ തന്നെ നമുക്കറിയേണ്ടത് എന്താ, അവിടെ പ്രോബബിൾ ഫ്യൂച്ചർ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവുമോ, പ്രസന്റ് ഒബ്ലിഗേഷൻ ഉണ്ടോ, 10,000 എന്ന് പറയുന്ന എമൗണ്ട് ആക്യുറേറ്റ് ആണോ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അപ്പൊ നമുക്ക് അവിടെ ലോജിക്കലി ആലോചിക്കേണ്ട ഫസ്റ്റ് കാര്യം, ഇവിടെ എന്താണ് നമുക്ക് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. അത് മാത്രം പറഞ്ഞാൽ പോരാ, എന്താണ് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്, അത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു പ്രൊവിഷൻ റിഡൻഡൻസിക്ക് വേണ്ടിയിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ പ്രസന്റ് ഒബ്ലിഗേഷൻ വേണം. റിഡൻഡൻസിയുടെ കേസിലുള്ള പ്രസന്റ് ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കമ്പനി എംപ്ലോയിനെ റിഡൻഡന്റ് ആക്കാൻ പോവാണെന്നുള്ള കാര്യം എംപ്ലോയിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവണം. അപ്പൊ നമുക്ക് ഇവിടെ എന്തായിരിക്കും മാനേജ്മെന്റോട് എൻക്വയറി ചെയ്യാൻ പറ്റുക? ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് whether they have announced about the redundancy to the employees in order to confirm whether there is a present obligation. ഇനി റിട്ടേൺ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓഡിറ്ററായി നമ്മൾ മാനേജ്മെന്റിനെ എഴുതി വാങ്ങുന്നതിനെയാണ് റിട്ടേൺ റെപ്രസെന്റേഷൻ എന്ന് പറയാം. നമുക്ക് അവിടെ എന്ത് ചെയ്യാം, റിട്ടേൺ റെപ്രസെന്റേഷൻ ഒബ്ടൈൻ ചെയ്യാം. അവിടെ നമുക്ക് സെയിം കാര്യം തന്നെ പറയാൻ വേണമെങ്കിൽ ഒബ്ടൈൻ റിട്ടേൺ റെപ്രസെന്റേഷൻ ഫ്രം ദ മാനേജ്മെന്റ് in order to understand whether the company have announced about the redundancy to the employees which may create a present obligation. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ അവിടെ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ സെയിം കൈൻഡ് ഓഫ് പ്രൊസീജിയർ തന്നെ സെയിം പേർപ്പസിന് വേണ്ടിയിട്ട് പറയരുത്. ഇനി ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനിയുടെ പുറത്തുള്ള ഒരു തേർഡ് പാർട്ടിയോട് ചില കാര്യങ്ങൾ എൻക്വയറി ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെ തേർഡ് പാർട്ടിയോട് നമ്മൾ എൻക്വയറി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, എക്സ്റ്റേണൽ കൺഫർമേഷൻ എന്ന് വിളിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഈ റിഡൻഡൻസിയുടെ കേസിൽ എത്രത്തോളം പ്രോബബിൾ ഔട്ട്ഫ്ലോ ഉണ്ടാവുന്ന ആരോടായിരിക്കും തേർഡ് പാർട്ടിയോട് ചോദിക്കാൻ പറ്റുക? മേ ബി ഒരു കമ്പനിയുടെ ലോയറിനോടായിരിക്കും. അപ്പൊ നമുക്ക് അവിടെ എന്ത് പറയാം, ഒബ്ടൈൻ എക്സ്റ്റേണൽ കൺഫർമേഷൻ ഫ്രം ദ ലോയർ in order to confirm whether there will be a probable future cash outflow for the company in relation to the redundancy provision. In relation to the redundancy. ഇതായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. അതേപോലെ തന്നെ നമുക്കറിയാം രണ്ട് പേര് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആ കാര്യത്തെക്കുറിച്ച്. അപ്പൊ രണ്ടുപേര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്ന് വിളിക്കുക, കറസ്പോണ്ടൻസ് വിളിക്കുക. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ക്ലയന്റിന്റെ അടുത്ത് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോടും തമ്മിൽ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള പരസ്പരമുള്ള കറസ്പോണ്ടൻസ് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എന്താണ് അറിയേണ്ടതെങ്കിൽ അത്. ഇവിടെ നമുക്ക് എന്ത് പറയാം, യു ക്യാൻ റിവ്യൂ ദ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ അലൻ കമ്പനി ആൻഡ് ദ എംപ്ലോയീസ് in order to confirm whether the company have informed the employees about the redundancy. ഇനി എവിടെയൊക്കെ കാൽക്കുലേഷൻ ഉണ്ട് അവിടെയൊക്കെ നമുക്കത് റീകാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു റിഡൻഡൻസി പ്രൊവിഷന്റെ കാൽക്കുലേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവിടെ എന്ത് പറയാം, റീകാൽക്കുലേറ്റ്
the redundancy provision of 10,000 for Allen Company in order to confirm the mathematical accuracy. നിങ്ങൾക്ക് എന്താണോ റീകാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതെന്താണെന്നുള്ളത് പറയാം. സോ ദാറ്റ് നോർമലി അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? മാത്തമാറ്റിക്കൽ ആക്യുറസി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇനി എല്ലാ സിനാരിയോയിലും നമുക്ക് കോമൺലി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയറും പ്രീവിയസ് ഇയറും തമ്മിലോ കറണ്ട് ഇയറും ഇൻഡസ്ട്രി ആയിട്ടോ നമ്മൾ നടത്തുന്ന കമ്പാരിസണെയാണ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്ന കാര്യമായിരിക്കും, വി ക്യാൻ പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ബൈ കമ്പയറിംഗ് ഡാഷ് വിത്ത് ദ പ്രീവിയസ് ഇയർ. എന്തായിരിക്കും നമുക്ക് പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുക? നമുക്ക് പറയാം പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയർ ബൈ കമ്പയറിംഗ് redundancy provision of 10,000 with the industry data, and in case of significant variance discuss with the management for reason for the same. നിങ്ങൾ അവിടെ നോക്കണം, പ്രത്യേകം സിനാരിയോയിൽ പറയുമ്പോൾ പ്രീവിയസ് ഇയറിലുള്ള ഇൻഫർമേഷൻ തന്നെയാണോ, അല്ല എന്നുണ്ടെങ്കിൽ സിനാരിയോ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് പറയും. ഇപ്പൊ റിഡൻഡൻസി പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രീവിയസ് ഇയർ കാണുന്നില്ല. അപ്പൊ അവിടെ എന്തായിരിക്കും നിങ്ങൾ പറയേണ്ടത്? ഇൻഡസ്ട്രി ഡേറ്റയിലെ കോമ്പറ്റീറ്റീവായിട്ട് കമ്പയർ ചെയ്യാനായിരിക്കും പറയേണ്ടി വരിക. ഇനി നമുക്കറിയണം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എക്സ്പെൻസ് കമ്പനിയുടെ ബുക്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ? എക്സ്പെൻസ് ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? ഏത് ഹെഡിലാണോ ആ എക്സ്പെൻസ് വരിക ആ ഹെഡിന്റെ ബ്രേക്ക് ഡൗൺ എടുക്കുക, എന്നിട്ട് അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടോ നോക്കുക. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ കമ്പനിയുടെ P&L ആകെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പറയുന്ന ഒരു ഹെഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ റിഡൻഡൻസി പ്രൊവിഷന്റെ എമൗണ്ട് ഇൻക്ലൂഡ് ചെയ്താലും അത് എവിടെയായിരിക്കും വരിക? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന്റെ അകത്തായിരിക്കും ആ കേസിൽ വരിക. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അവിടെ എന്തായിരിക്കും ചോദിക്കേണ്ടി വരിക? ഒബ്റ്റെയിൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഇൻ ഓർഡർ ടു കൺഫേം എക്സ്പെൻസസ് ഇൻ റിലേഷൻ ടു റിഡൻഡൻസി പ്രൊവിഷൻ have been included in the statement of P&L. സോ ഇങ്ങനെയായിരിക്കും നമ്മളത് പറയുന്നുണ്ടാവുക. ഇനി ഒരു കമ്പനിയിൽ വെച്ചിട്ട് എന്തൊക്കെ ഡിസ്കഷൻസ് നടന്നിട്ടുണ്ടോ, എന്തൊക്കെ ഡിസിഷൻസ് ഉണ്ടോ, അതൊക്കെ ബോർഡ് മിനിറ്റ്സിൻ്റെ അകത്ത് ഉണ്ടാവും. കാരണം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ എല്ലാ മീറ്റിങ്ങിനെയും സമ്മറി എവിടെ ഉണ്ടാവും? ബോർഡ് മിനിറ്റ്സിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് അറിയേണ്ട എന്തെങ്കിലും കാര്യം അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ബോർഡ് മിനിറ്റ്സ് റിവ്യൂ ചെയ്താൽ മതി. അപ്പൊ അതാണ് നമ്മൾ പറയാം, വി ക്യാൻ റിവ്യൂ ദ ബോർഡ് മിനിറ്റ്സ് ഇൻ ഓർഡർ ടു കൺഫേം ഡാഷ് ഹാസ് ബീൻ പെർഫോംഡ്. ഇപ്പൊ മേ ബി റിഡൻഡൻസിനെ കുറിച്ച് അനൗൺസ് ചെയ്തതെന്നാണ് അറിയേണ്ടത്. Review the board minutes in order to confirm whether the redundancy announcement have been made to the employees, which creates a present obligation for the company. So, അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഏതെങ്കിലും ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻകം നമുക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് മാച്ച് ചെയ്യാം. ബട്ട് ഒരിക്കലും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എന്നുള്ള ടേം പറയരുത്. അവിടെ എപ്പോഴും ഏതാണോ ഡോക്യുമെന്റ് ആ ഡോക്യുമെന്റിന്റെ പേരെടുത്ത് പറയാം. അതേപോലെ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ള കാര്യമാണ് നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ റിവ്യൂ. ബട്ട് മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. സിനാരിയോ സ്പെസിഫിക് ആയിട്ടുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. നമുക്കൊരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോട്ട്സ് നോക്കി കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും? ഡിസ്ക്ലോഷേഴ്സ് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യാനുള്ളത്, അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാവും. സോ ഇത്രയാണ് നോർമൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എന്ന് പറയാം. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? നമ്മൾ നോക്കണം സിനാരിയോ പ്രകാരം എന്തൊക്കെയാണ് നമുക്ക് മാനേജ്മെന്റുമായിട്ട് എൻക്വയറി ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യം നോക്കുക. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് റിട്ടൺ റെപ്രസെന്റേഷൻ ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റുന്നുള്ള കൺഫേം ചെയ്യണം. എക്സ്റ്റേണൽ കൺഫർമേഷൻ ആരുടെ കയ്യിൽ നിന്ന് ഒബ്റ്റൈൻ ചെയ്യാം, ആരൊക്കെ തമ്മിലുള്ള കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നോക്കാൻ പറ്റും നോക്കാം. എന്തൊക്കെയാണ് റീകാൽക്കുലേറ്റ് അല്ലെങ്കിൽ റീപെർഫോം ചെയ്യാൻ പറ്റുന്നത് നോക്കാം. അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്തൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഏതൊക്കെ എക്സ്പെൻസുകളുടെയാണ് ബ്രേക്ക് ഡൗൺ എടുക്കാൻ പറ്റുന്നത് നോക്കാം. ബോർഡ് മിനിറ്റ്സ് ആരൊക്കെ തമ്മിലുള്ള ബോർഡ് മിനിറ്റ്സ് റിവ്യൂ ചെയ്ത് എന്തൊക്കെ തമ്മിലുള്ള കാര്യങ്ങൾ എടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഏതൊക്കെയാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റിവ്യൂ ചെയ്യാനും പറയാം. So this is what we can do in relation to audit procedures. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓക്കെ. ഇനി മെയിൻലി നമുക്കുള്ള നമ്മുടെ കോർ ഏരിയ ആണ് ഏരിയ ഓഫ് എത്തിക്സ് എന്ന് പറയാം. നമ്മൾ പഠിച്ചിട്ടുള്ള വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ദ ഏരിയ ഓഫ് എത്തിക്സ്. എത്തിക്സിന്റെ അവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ACCAയുടെ കോഡ് ഓഫ് എത്തിക്സ് പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ എത്തിക്കൽ ത്രെഡ്സും പഠിക്കാനുണ്ട്, ആൻഡ് റിലേറ്റഡ് സേഫ് ഗാർഡ്സും പഠിക്കാനായിട്ടുണ്ട്. നമ്മൾ രണ്ടും പഠിച്ചതായിരുന്നു. സോ ACCA കോഡ് ഓഫ് എത്തിക്സ് പ്രകാരം നമുക്കറിയാം ആസ് ആൻ ഓഡിറ്റർ അല്ലെങ്കിൽ ആസ് എ ACCA മെമ്പർ എന്നുള്ള രീതിയിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. സോ എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളോട് അവിടെ എന്തൊക്കെയായിരുന്നു പറയാ? യു ഹാവ് ടു ഷോ ഇന്റഗ്രിറ്റി, ഒബ്ജക്ടിവിറ്റി, പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൊഫഷണൽ ബിഹേവിയർ. ഔട്ട് ഓഫ് ഹിസ് ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെമ്പേഴ്സ് എപ്പോഴും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം, ഓണസ്റ്റ് ആയിരിക്കണം. എല്ലാ പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് റിലേഷൻഷിപ്പിൽ എന്ന് പറയുന്നതാണ് ഇന്റഗ്രിറ്റി എന്ന് പറയാം. ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആസ് ആൻ ACCA മെമ്പർ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും ബയാസ്ഡ് ആവാൻ പാടില്ല.
യാതൊരു തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാവാൻ പാടില്ല. അതുവഴി നമ്മുടെ പ്രൊഫഷണൽ അല്ലെങ്കിൽ ബിസിനസ് ജഡ്ജ്മെന്റ്സ് അഫക്റ്റഡ് ആവാൻ പാടില്ല എന്ന് പറയുന്നതായിരുന്നു ഒബ്ജക്ടിവിറ്റി. പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ എന്ന് പറയുമ്പോൾ നമ്മളറിയാം ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു ഓൾവേസ് കീപ്പ് ഓൺ അപ്ഡേറ്റിംഗ് അവർ നോളജ്. നമ്മൾ ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നോളജ് ആയിരിക്കണം കീപ്പ് ചെയ്യുന്നത്. എന്തൊക്കെ വർക്ക് പെർഫോം ചെയ്യുന്ന സമയത്തും ഏറ്റവും റീസെന്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സിന്റെ ബേസിസിലെ വർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നതായിരുന്നു പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു തേർഡ് പാർട്ടിയുടെ അടുത്ത് ആ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണോ നമ്മൾ ആ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്തത് അതർ ദാൻ ദാറ്റ് മറ്റൊരു പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതായിരുന്നു കോൺഫിഡൻഷ്യാലിറ്റി. ആൻഡ് പ്രൊഫഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ മെമ്പേഴ്സ് ആയ നമ്മൾ എല്ലാ ലോസ് ആൻഡ് റെഗുലേഷൻസും കംപ്ലൈ ചെയ്യുന്നുണ്ടാവണം. നമ്മുടെ പ്രൊഫഷണൽ ബോഡീനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതായിരുന്നു പ്രൊഫഷണൽ ബിഹേവിയർ. സോ സിനാരിയോക്കകത്ത് നിങ്ങളോട് പറയാണ് ഓഡിറ്റർ ഇന്റൻഷനലി ഒരു ഫ്രോഡ് ഹൈഡ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുന്നു. സോ ഇൻ ദാറ്റ് കേസ് ഇറ്റ്സ് എ പ്രൊഫഷണൽ ഇഷ്യൂ അഗൈൻസ്റ്റ് ദ ഒബ്ജക്ടിവിറ്റി. നിങ്ങളോട് പറയാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കസിൻസോ ബ്രദറോ അല്ലെങ്കിൽ ഫാമിലിയിലെ പേഴ്സണൽ റിലേഷനുള്ള ആരിലുമാണ് ക്ലയന്റ് കമ്പനിയിലുള്ളത്. ഓഡിറ്റർക്ക് എന്തെങ്കിലും തരത്തിലുള്ള എമൗണ്ട് ക്ലയന്റ് കമ്പനിയിലുള്ള ആരെങ്കിലും പേ ചെയ്യാം എന്ന് പറയാണ്. സോ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഓഡിറ്ററിന്റെ ജഡ്ജ്മെന്റ് എവിടെയൊക്കെ അഫക്റ്റഡ് ആവുന്നു അതെല്ലാം ഒബ്ജക്ടിവിറ്റിക്ക് അഗൈൻസ്റ്റ് ആയിട്ടായിരിക്കും വരിക. ഓഡിറ്റർ നോളജ് ഇല്ലാണ്ട് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം സ്ട്രൈക്ക് ആവുക പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ആൻഡ് ഡ്യൂ കെയറിനെ ആയിരിക്കും. കോൺഫിഡൻഷ്യാലിറ്റി നമുക്കറിയാം ഓഡിറ്റർ എന്തെങ്കിലും ഇൻഫർമേഷൻ പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ കോൺഫിഡൻഷ്യാലിറ്റിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് വരും. ഓഡിറ്റർ ഏതെങ്കിലും ലോ ആൻഡ് റെഗുലേഷൻസ് കംപ്ലൈ ചെയ്യാത്തതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി അഗൈൻസ്റ്റ് എ പ്രൊഫഷണൽ ബിഹേവിയർ. ഇനി നമ്മൾ 5 ഫണ്ടമെന്റൽ ആയിട്ടുള്ള ത്രെഡ്സിനെ കുറിച്ചും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായി. അവിടെ നമ്മൾ പറഞ്ഞു ദർ വിൽ ബി സെൽഫ് ഇൻട്രസ്റ്റഡ്, സെൽഫ് റിവ്യൂ ത്രെഡ്, അഡ്വക്കസി ഉണ്ട്, ഫെമിലിയാരിറ്റി ഉണ്ട്, ഇന്റിമിഡേഷൻ ഉണ്ട്. ഇങ്ങനെ 5 എത്തിക്കൽ ത്രെഡ്സ് ആണ് ഉള്ളത്. ഔട്ട് ഓഫ് വിച്ച് സെൽഫ് ഇൻട്രസ്റ്റ് ത്രെഡ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് ആൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ പല സിറ്റുവേഷൻസിലും നമ്മൾ നമ്മുടെ പേഴ്സണൽ നമ്മുടെ പ്രൊഫഷണൽ ഇൻട്രസ്റ്റിനേക്കാളും നമ്മൾ ചിലപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിനായിരിക്കും. അങ്ങനെ പ്രൊഫഷണൽ ഇൻട്രസ്റ്റിനേക്കാളും പേഴ്സണൽ ഇൻട്രസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ത്രെഡാണ് സെൽഫ് ഇൻട്രസ്റ്റ് ത്രെഡ്. മേ ബി സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫാമിലി അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പിലുള്ള ആൾ ക്ലയന്റ് കമ്പനിയിലുണ്ട്. നിങ്ങൾക്ക് ക്ലയന്റ് കമ്പനി എന്തെങ്കിലും ഗിഫ്റ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി സർവീസ് ഓഫർ ചെയ്യുന്നു. ക്ലയന്റിന്റെ അടുത്ത് നിങ്ങൾ എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ട്. സോ യു വിൽ ഓൾവേസ് ബി ഹാവിംഗ് എ ഫിയർ ദാറ്റ് ക്ലയന്റ് മൈറ്റ് ആസ്ക് യു ടു പേ ബാക്ക് ദ ഹോൾ എമൗണ്ട് ഓഫ് ലോൺ ഇഫ് യു ഗീവ് എ അൺഫേവറബിൾ ഒപ്പീനിയൻ ഫോർ ദ ക്ലയന്റ്. ഓവർ ഡ്യൂ ഫീസ് എന്ന് പറഞ്ഞാൽ കുറെ നാളായിട്ട് ക്ലയന്റിന്റെ ഫീസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് പേടി ഉണ്ടാവും ഫീസ് കിട്ടുമെന്ന്. അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഫേവറബിൾ ഒപ്പീനിയൻ കൊടുക്കുന്നു. അതുമല്ലാന്നുണ്ടെങ്കിൽ ഫീസ് കിട്ടത്തില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ക്വാളിറ്റി റെഡ്യൂസ് ചെയ്യുന്നു. ഇനി പെർസെന്റേജ് ഓർ കണ്ടിജന്റ് ഫീസ് എന്ന് പറയുമ്പോൾ ക്ലയന്റ് നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ടോട്ടൽ ക്ലയന്റ് കമ്പനിയുടെ ടോട്ടൽ റവന്യൂന്റെ 5% ഫീസ് ആയിട്ട് തരാമെന്ന്. സോ ഈവൻ ഇഫ് ദി റവന്യൂ ഇസ് മിസ്റ്റേറ്റഡ് ഓഡിറ്റർ അത് ഒരിക്കലും പറയാൻ വില്ലിങ് ആവില്ല ബിക്കോസ് ഇറ്റ് വിൽ ഓൾസോ അഫക്ട് ദ ഓഡിറ്റേഴ്സ് ഫീ. ഇനി ഹൈ പെർസെന്റേജ് ഫീസ് എന്ന് പറയുമ്പോൾ 2 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് ആയിട്ട് മോർ ദാൻ 15% ഓഫ് ഓഡിറ്റ് ഫേമിന്റെ ടോട്ടൽ റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിംഗിൾ ക്ലയന്റ് ആണെങ്കിൽ ദർ ഇസ് ഓൾവേസ് എ പോസിബിലിറ്റി ദാറ്റ് ഓഡിറ്റർ വിൽ ട്രൈ ഹിസ് ബെസ്റ്റ് ടു റീറ്റെയിൻ ദ ക്ലയന്റ്. അവിടെ ത്രെട്ട് ഉണ്ടാവും. ലോ ബോളിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓഡിറ്റ് ഫീസ് ഭയങ്കരമായിട്ടും കുറയ്ക്കുന്നു. കറസ്പോണ്ടിങ് ആയിട്ട് ഓഡിറ്റിന്റെ ക്വാളിറ്റിയും റെഡ്യൂസ് ചെയ്യുന്നു. അതിനാണ് ലോ ബോളിംഗ് എന്ന് പറയാം. ഇനി ഓഡിറ്ററായിട്ട് ക്ലയന്റ് കമ്പനിയിൽ ഏതെങ്കിലും സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിറ്റർ പറയാൻ വില്ലിങ് ആവില്ല. ഓഡിറ്റർക്ക് ഇപ്പോൾ ക്ലയന്റ് കമ്പനിയിൽ എന്തെങ്കിലും അസറ്റിലോ അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയർസിലോ ഡിബെഞ്ചേഴ്സിലോ ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അങ്ങനെ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓഡിറ്റർ ഒരു അൺഫേവറബിൾ ഒപ്പീനിയൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓഡിറ്റർക്കും ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവും. സോ അറിഞ്ഞോണ്ട് ഓഡിറ്റർ അങ്ങനെ ഒരു കാര്യം ചെയ്യൂല. ഇങ്ങനെ ഓഡിറ്റർ പേഴ്സണൽ ഇൻട്രസ്റ്റിന് പ്രൊഫഷണൽ ഇൻട്രസ്റ്റിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കേസ് വരുന്ന ത്രെട്ടാണ് സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട്. ഓൺ ദ അതർ ഹാൻഡ് സെൽഫ് റിവ്യൂ ത്രെട്ട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഡിറ്ററായി നമ്മൾ ക്ലയന്റ് കമ്പനിയുടെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ചെന്നു. ചെല്ലുന്നതിന് മുന്നെയോ ചെല്ലുന്ന സമയത്തോ ക്ലയന്റിന്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ക്ലയന്റിന് ചെയ്തു കൊടുക്കുകയാണ്. സേ ഫോർ എക്സാമ്പിൾ ക്ലയന്റിന് ടാക്സ് അഡ്വൈസ് നമ്മൾ കൊടുക്കുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ക്ലയന്റിന് വേണ്ടിയിട്ട് ഒരു ലോൺ എടുക്കാനായിട്ടുള്ള ഫിനാൻഷ്യൽസ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നു. ടാക്സ് സർവീസ്, വാലുവേഷൻ സർവീസ്, കോർപ്പറേറ്റ് ഫിനാൻസ്, ഇങ്ങനെയുള്ള എന്ത് സർവീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലയന്റിന്റെ ഇന്റേണൽ കൺട്രോൾസ് മെയിൻറ്റെയിൻ ചെയ്യുക, അതൊക്കെ ഓൾറെഡി നമ്മൾ തന്നെ പെർഫോം ചെയ്ത വർക്കാണ്. സോ ഒരിക്കലും നമ്മൾ പെർഫോം ചെയ്തൊരു വർക്കിന് അത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ പറയാൻ വില്ലിങ് ആവില്ല. ശരിയല്ലേ? അപ്പൊ അത് കാരണം കൊണ്ട് അവിടെ ഓഡിറ്റിന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് കയറി വരും. സോ ദാറ്റ് ക്രിയേറ്റ്സ് സെൽഫ് റിവ്യൂ ത്രെഡ്. സോ ഇറ്റ്സ് വെരി ഈസി ടു ഐഡന്റിഫൈ ദ സെൽഫ് റിവ്യൂ ത്രെഡ്.
ഓൾറെഡി ഓഡിറ്റർ എന്തെങ്കിലും ക്ലയന്റിന് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓഡിറ്റർ എന്തെങ്കിലും ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെ ബേസ് ഉള്ള കാര്യം ക്ലയന്റിന് ചെയ്ത് തരാമെന്ന് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ത്രെട്ടിനെയാണ് സെൽഫ് റിവ്യൂ ത്രെട്ട് എന്ന് വിളിക്കുക. ഇനി അഡ്വക്കസി ത്രെട്ട് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഒരു ക്ലയന്റ് കമ്പനീനെ റെപ്രസെന്റ് ചെയ്ത് ഓഡിറ്റർ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ മാത്രം ഉണ്ടാവുന്ന ഒരു ത്രെട്ടാണ് അഡ്വക്കസി ത്രെട്ട് എന്ന് പറയാം. സോ ഓഡിറ്റർ ക്ലയന്റ് കമ്പനിയെ റെപ്രസെന്റ് ചെയ്ത് എന്തെങ്കിലും സംസാരിക്കുന്നു, അല്ലെങ്കിൽ ക്ലയന്റ് കമ്പനിക്ക് വേണ്ടിയിട്ട് ബാങ്കിന്റെ അടുത്ത് സംസാരിച്ച് ഒരു ലോൺ എടുത്തു കൊടുക്കുന്നു, ഓഡിറ്റർ ക്ലയന്റിന്റെ ഷെയർ ഇഷ്യൂവിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു, അങ്ങനെ മാനേജ്മെന്റിനെ റെപ്രസെന്റ് ചെയ്ത് ഓഡിറ്റർ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിന്നീട് ഒരു സാഹചര്യത്തിൽ ഓഡിറ്റർ വിൽ നോട്ട് ബി ഏബിൾ ടു ടോക്ക് അഗൈൻസ്റ്റ് ദ മാനേജ്മെന്റ്. അപ്പൊ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ത്രെട്ടിനെയാണ് വി വിൽ കോൾ ഇറ്റ് ആസ് അഡ്വക്കസി ത്രെട്ട്. ഇനി ഫെമിലിയാരിറ്റി ത്രെട്ട് എന്ന് പറഞ്ഞാൽ ഓഡിറ്ററും ക്ലയന്റും തമ്മിലുള്ള റിലേഷന്റെ പുറത്ത് ഫോം ആവുന്ന ത്രെട്ടാണ് ഫെമിലിയാരിറ്റി ത്രെട്ട് എന്ന് പറയുന്നത്. അതായത് ഓഡിറ്ററും ക്ലയന്റ് കമ്പനിയും തമ്മിൽ ഭയങ്കര ക്ലോസ് ആണ്, അല്ലെങ്കിൽ ഓഡിറ്ററും ക്ലയന്റ് കമ്പനിയും തമ്മിലുള്ള പരിചയത്തിന് പുറത്ത് അവിടെ ഫിനാൻഷ്യൽസിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള ത്രെട്ടിനെയാണ് ഫെമിലിയാരിറ്റി ത്രെട്ട് എന്ന് വിളിക്കുക. ഇനി ഇന്റിമിഡേഷൻ ത്രെട്ട് എന്ന് പറയുമ്പോൾ മെയിൻലി 3 സിറ്റുവേഷനിലാണ് ഇന്റിമിഡേഷൻ ത്രെട്ട് വരിക. നമ്പർ 1, കൊയേഷൻ, ഭീഷണിപ്പെടുത്തുക. അതായത് ഓഡിറ്റിനെ ത്രെട്ടനിങ് ചെയ്യാണ്. ക്ലയന്റ് ഓഡിറ്റർക്ക് അഗൈൻസ്റ്റ് ആയിട്ട് കേസ് ഫയൽ ചെയ്യും, ഓഡിറ്റർ അടുത്ത വർഷത്തിൽ ഓഡിറ്റ് തരൂല, റിലേറ്റഡ് സർവീസ് തരൂല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ക്ലയന്റ് ഓഡിറ്ററിനെ പേടിപ്പിക്കാൻ നോക്കുകയാണ്. അതുമല്ലാന്നുണ്ടെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ക്ലയന്റ് കമ്പനിക്കുള്ള ആരെങ്കിലും ഓഡിറ്ററിന്റെ മേലെ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ്. ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ ക്രിയേറ്റിംഗ് ലിമിറ്റേഷൻസ് ഇൻ ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റ് വർക്കിന്റെ അകത്ത് ഓഡിറ്റർക്ക് എന്തൊക്കെയാണോ നോർമലി സ്കോപ്പ് ഓഫ് ഓഡിറ്റ് റിലേഷൻസ് ക്രിയേറ്റ് ചെയ്യാണ്. അതായത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഓഡിറ്റർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഓഡിറ്റ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ പറയാ? ഓഡിറ്ററിനെ ഇൻവെന്ററി കൗണ്ടിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് ഇൻഫോം ചെയ്യുന്നില്ല, അതുമല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻസ് ഡയറക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, ക്ലയന്റ് കമ്പനിയുടെ എല്ലാ സ്റ്റാഫിലേക്കും ഫ്രീ ആക്സസ് കൊടുക്കുന്നില്ല. ഇങ്ങനെയൊക്കെ വരുന്ന കേസിൽ അവിടെ ഉണ്ടാവുന്ന ത്രെട്ടിനെയാണ് ഇന്റിമിഡേഷൻ ത്രെട്ട് എന്ന് വിളിക്കുക. സോ അങ്ങനെ കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് ലിമിറ്റേഷൻ ഇൻ ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ടുഗെദർ വി വിൽ കോൾ ഇറ്റ് ആസ് ഇന്റിമിഡേഷൻ ത്രെട്ട്. സോ ഇങ്ങനെ മൊത്തം 5 എത്തിക്കൽ ത്രെട്സ് ആണുള്ളത്: സെൽഫ് ഇൻട്രസ്റ്റ്, സെൽഫ് റിവ്യൂ, അഡ്വക്കസി, ഫെമിലിയാരിറ്റി, ഇന്റിമിഡേഷൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 2 ത്രെട്ട് എപ്പോഴും ഇന്റർലിങ്ക്ഡ് ആയിരിക്കും. ഇവിടെ കമ്പൈൻഡ് ആയിട്ട് വരുന്ന ത്രെട്ടുകളാണ് സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ടും അതേപോലെ തന്നെ നമ്മുടെ ഫെമിലിയാരിറ്റി ത്രെട്ടും. അതായത് എവിടെയൊക്കെ ഫാമിലി അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടോ അവിടെ സെൽഫ് ഇൻട്രസ്റ്റും ഫെമിലിയാരിറ്റിയും വരും. ഇൻഡയറക്ട്ലി ഇന്റിമിഡേഷനും വരാം. പക്ഷേ ആ ഫാമിലി അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻ യൂസ് ചെയ്ത് നമ്മൾ ഓഡിറ്ററിനെ പ്രഷറൈസ് ചെയ്താൽ മാത്രമേ അത് എന്താവുള്ളൂ, ഇന്റിമിഡേഷൻ ആവുള്ളൂ. മിയർ പരിചയത്തിന് പുറത്ത് മാത്രമാണ് ഓഡിറ്റർ ക്ലയന്റിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വില്ലിങ് ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഫെമിലിയാരിറ്റി ത്രെട്ട്. ഇനി ഓഡിറ്ററിന്റെയും കൂടെ ഒരു പേഴ്സണൽ ബെനിഫിറ്റ് ഓഡിറ്റർ ഇന്റന്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ ദാറ്റ് വിൽ ബി സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട്. ഇനി ഇവിടുന്ന് എൻറ്റയർലി മാറി നിൽക്കുന്ന 2 ത്രെട്ടുകളാണ് അഡ്വക്കസി ത്രെട്ടും അതേപോലെ തന്നെ സെൽഫ് റിവ്യൂ ത്രെട്ടും. സെൽഫ് റിവ്യൂ ത്രെട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഓഡിറ്റർ പെർഫോം ചെയ്ത വർക്ക് ഓഡിറ്റർ തന്നെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് മാത്രമേ സെൽഫ് റിവ്യൂ ത്രെട്ട് വന്നിട്ടുള്ളൂ. അഡ്വക്കസി ത്രെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഓഡിറ്റർ ക്ലയന്റ് കമ്പനീനെ റെപ്രസെന്റ് ചെയ്ത് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ത്രെട്ടിനെയാണ് അഡ്വക്കസി ത്രെട്ട് എന്ന് പറയാം. സോ അഡ്വക്കസിയും സെൽഫ് റിവ്യൂവും കംപ്ലീറ്റ്ലി മാറുന്നോളും. ബാക്കി 3 ത്രെട്ടിനെ മാത്രം നിങ്ങൾ ഡിസ്റ്റിങ്വിഷ് ചെയ്താൽ മതി. ഇനി മാനേജ്മെന്റ് ത്രെട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. മാനേജ്മെന്റ് ത്രെട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓഡിറ്റർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുന്ന സമയത്ത് ക്ലയന്റ് കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റീസ് ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെ അസ്യൂം ചെയ്ത് വർക്ക് ചെയ്യാണ്. അപ്പൊ ക്ലയന്റിന്റെ റെസ്പോൺസിബിലിറ്റി ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് അസ്യൂം ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ത്രെട്ടിനെയാണ് വിൽ കോൾ ഇറ്റ് എസ് മാനേജ്മെന്റ് ത്രെട്ട്. സോ നോർമലി സെൽഫ് റിവ്യൂ ത്രെട്ട് വരുന്ന കേസിലും അഡ്വക്കസി വരുന്ന കേസിലും എല്ലാം എന്തും വരാം, മാനേജ്മെന്റ് ത്രെട്ടും വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ പറഞ്ഞിരുന്നു whenever you write a threat കറസ്പോണ്ടിംഗ്ലി അവിടെ സേഫ് ഗാർഡ്സ് എഴുതുന്നുണ്ടാവണം. ഇനി നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ത്രെട്ടാണ് നമ്മൾ പറഞ്ഞു ഓഡിറ്റിംഗ് മൾട്ടിപ്പിൾ എൻറ്റിറ്റീസ് ഇൻ എ കോമ്പീറ്റന്റ് മാർക്കറ്റ് ഓർ എൻറ്റിറ്റീസ് ദാറ്റ് ട്രേഡ് വിത്ത് ഈച്ച് അതർ. പരസ്പരം ട്രേഡ് ചെയ്യുന്ന കമ്പനീസോ അല്ലെങ്കിൽ പരസ്പരം കോമ്പീറ്റ് ചെയ്യുന്ന കമ്പനീസിന്റെയോ ഓഡിറ്റ് ആണ് നമ്മൾ പെർഫോം ചെയ്യുന്നതെന്ന് പറയാണ്. So when we audit a company which operates in same market, there is possibility of having threat to objectivity and confidentiality. Objectivity affected ആവാം, confidentiality affected ആവാം. അപ്പൊ നമ്മൾ അവിടെ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വി നീഡ് ടു നോട്ടിഫൈ ബോത്ത് ദ ക്ലയൻസ്. അതായത് നമ്മൾ എല്ലാ ക്ലയന്റിനെയും നോട്ടിഫൈ ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് കൺസെന്റ് എടുക്കുന്നുണ്ടാവണം. സോ എല്ലാ ക്ലയന്റും കൺസെന്റ് തന്നാൽ മാത്രമേ നമുക്ക് എൻഗേജ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
അപ്പൊ അതിന് പുറമെ നമ്മൾ അഡീഷണലി വേറെ കുറച്ച് സേഫ് ഗാർഡ്സും കൂടി എടുക്കണം. സോ 2 ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് കൺസെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്: സെപ്പറേറ്റ് ആയിട്ടുള്ള എൻഗേജ്മെന്റ് ടീം യൂസ് ചെയ്യണം, ആക്സസ് ടു ഇൻഫർമേഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടാവണം, എല്ലാ ടീം മെമ്പേഴ്സും കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെന്റ് സൈൻ ചെയ്യണം, റെഗുലർ ബേസിസിൽ ഒരു സീനിയർ ഒഫീഷ്യൽസ് ഈ സേഫ് ഗാർഡ്സ് റിവ്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം, ക്ലയന്റിന് ഇൻഡിപെൻഡൻസ് അഡ്വൈസ് കൊടുക്കണം. ഇനി ഈ പറഞ്ഞ പോലുള്ള ഏതെങ്കിലും സേഫ് ഗാർഡ്സ് നമുക്ക് പ്രോപ്പർലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എൻഗേജ്മെന്റ് ഡിക്ലൈൻ ചെയ്യുക, അല്ലെങ്കിൽ എൻഗേജ്മെന്റ് നമ്മൾ റിസൈൻ ചെയ്യണം. സോ ദിസ് ഈസ് വാട്ട് വി നീഡ് ടു ഡു ഇൻ റിലേഷൻ ടു ദ ഓഡിറ്റിംഗ് മൾട്ടിപ്പിൾ എൻറ്റിറ്റീസ് ഇൻ എ കോമ്പറ്റന്റ് മാർക്കറ്റ് ഓർ എൻറ്റിറ്റീസ് ദാറ്റ് ട്രേഡ് വിത്ത് ഈച്ച് അതർ. ഇനി അതുപോലെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു എൻഗേജ്മെന്റ് പാർട്ണർ ആണെങ്കിലും എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂർ ആണെങ്കിലും കീ ഓഡിറ്റ് പാർട്ണർ ആണെങ്കിലും എല്ലാം ആർക്കാണെങ്കിലും മാക്സിമം സെർവ് ചെയ്യാൻ പറ്റുന്ന പീരീഡ് എന്ന് പറഞ്ഞാൽ 7 year പീരീഡ് ആയിരിക്കണം. ആൻഡ് അവർക്ക് ഒരു കൂളിംഗ് ഓഫ് പീരീഡ് എടുക്കാം. 5 years ആണ് എൻഗേജ്മെന്റ് പാർട്ണർ കൂളിംഗ് എടുക്കേണ്ടത്. എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂർ ആണെന്നുണ്ടെങ്കിൽ 3 years, കീ ഓഡിറ്റ് പാർട്ണർ ആണെങ്കിൽ 2 years. ഇനി മൾട്ടിപ്പിൾ റോൾസ് പെർഫോം ചെയ്യുന്ന സമയത്ത് എൻഗേജ്മെന്റ് പാർട്ണർ ആൻഡ് കീ ഓഡിറ്റ് പാർട്ണർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ 5 years, എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂർ ആൻഡ് കീ ഓഡിറ്റ് പാർട്ണർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ 3 years, എൻഗേജ്മെന്റ് പാർട്ണർ പ്ലസ് എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ 5 years. സോ ദിസ് ഈസ് വാട്ട് ദേ നീഡ് ടു കൺസിഡർ ആസ് കൂളിംഗ് ഓഫ് പീരീഡ്. സോ ഇതായിരുന്നു നമ്മൾ പറഞ്ഞത് ഓഡിറ്റിംഗ് മൾട്ടിപ്പിൾ എൻറ്റിറ്റീസ് ഇൻ എ കോമ്പറ്റന്റ് മാർക്കറ്റ് or auditing entities that trade with each other. So this is what we need to consider in relation to the ethics part. So എത്തിക്സുമായിട്ട് റിലേറ്റ് ചെയ്തും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒരു നോട്ടിനെ കുറിച്ച്. സോ ഈ എത്തിക്സിന്റെ നോട്ടിന്റെ അകത്തും നമ്മൾ എല്ലാ എത്തിക്കൽ ത്രെട്ടും അതേപോലെ തന്നെ ഓരോ എത്തിക്കൽ ത്രെട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സേഫ് ഗാർഡുകൾ എന്തൊക്കെയാണോ ആ സേഫ് ഗാർഡുകളും കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. എഗെയിൻ ദിസ് ഈസ് ജസ്റ്റ് ആൻ എക്സാമ്പിൾ ഫയർ. അപ്പോൾ ഒരിക്കലും ഇത് ബൈഹെർട്ട് ചെയ്യരുത്, പകരം ജസ്റ്റ് റെഫറൻസിന് വേണ്ടിയിട്ട് മാത്രം വായിച്ചു നോക്കുക എന്തൊക്കെയാണ് എത്തിക്കൽ ത്രെട്ട് വരാൻ സാധ്യതയുള്ളത്, വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യണം എന്നുള്ളത്. അതേപോലെ തന്നെ എത്തിക്കൽ ത്രെഡ്സ് എഴുതുമ്പോൾ എപ്പോഴും മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ത്രെഡ്സ് എഴുതുമ്പോൾ ഒരു ത്രെഡ് എഴുതിയാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ആ ത്രെഡിന്റെ സേഫ് ഗാർഡ് ഉണ്ടാവണം. ആൻഡ് ദിസ് ഈസ് ഹൗ യു നീഡ് ടു പ്രസന്റ് ആൻസേഴ്സ് ഇൻ റിലേഷൻ ടു ദ എത്തിക്സ് പാർട്ട്. സോ അപ്പോൾ മെയിൻലി ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 50 മാർക്സ് ക്വസ്റ്റ്യനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ക്വിക്ലി റിവൈസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഓഡിറ്റ് റിസ്കിന്റെ ക്വസ്റ്റ്യൻസ് വരാം. ഓഡിറ്റ് റിസ്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഓഡിറ്റ് റിസ്ക് ഒന്നെങ്കിൽ വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഓഡിറ്റ് റിസ്ക് വിത്തൗട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആയിരിക്കും ചോദിക്കുക. വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മെറ്റീരിയാലിറ്റി എഴുതണം, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എഴുതണം, വാട്ട് വിൽ ഗോ റോങ് എഴുതണം, ഇമ്പാക്ട് ഓൺ എഫേഴ്സ് എഴുതണം. വിത്തൗട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക. ഇനി മെറ്റീരിയാലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഇത് നമ്മൾ ലോവർ ലിമിറ്റ് അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ് ആണ് ചൂസ് ചെയ്യേണ്ടത്. സോ ലോവർ ചൂസ് ചെയ്യണോ അപ്പർ ചൂസ് ചെയ്യണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ നോക്കുക അതൊരു ന്യൂ ക്ലൈന്റ് ആണോ, ന്യൂലി ലിസ്റ്റഡ് ക്ലൈന്റ് ആണോ, ഇന്റേണൽ കൺട്രോൾ വീക്ക്നെസ് എന്തെങ്കിലും ഉണ്ടോ, കോർപ്പറേറ്റ് ഗവേണൻസ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ. ഇഫ് ഇറ്റ് ഇസ് എ ന്യൂ ക്ലൈന്റ് ഓർ എ ന്യൂലി ലിസ്റ്റഡ് ക്ലൈന്റ്, ഇൻ ബോത്ത് കേസ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അപ്പർ ലിമിറ്റ് പോകണം, എന്നിട്ട് ചെറിയ ചെറിയ ഫാക്ടേഴ്സിലേക്ക് നമ്മൾ എത്തണം. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞു ബിസിനസ് റിസ്കിനെ കുറിച്ച്. ബിസിനസ് റിസ്കിന് ആൻസേഴ്സ് എഴുതുമ്പോൾ ആദ്യമേ സിനാരിയോത്തുള്ള റിസ്ക് എന്താണോ അത് ഐഡന്റിഫൈ ചെയ്യാം. അതിനുശേഷം അത് എന്തുകൊണ്ട് ബിസിനസ് റിസ്ക് ആയെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാം. ഇമ്പാക്ട് ഓൺ എൻറ്റിറ്റി എഴുതണം. ഇമ്പാക്ട് ഓൺ എഫ്എസ് അല്ല, മാറിപ്പോരുത്, ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ എൻറ്റിറ്റി. അവിടെ നമ്മളപ്പം റവന്യൂ, ബ്രാൻഡ് നെയിം, റെപ്യൂട്ടേഷൻ, ഗുഡ് വിൽ, ഗോയിങ് കൺസേൺ, ഇതിനെയൊക്കെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നതെന്നായിരിക്കും പറയുന്നുണ്ടാവുക. ഇനി നമ്മൾ പറഞ്ഞു അഡീഷണൽ ഇൻഫർമേഷൻ എങ്ങാനും ബൈ ചാൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എന്താ പറയേണ്ടത്, നിങ്ങൾ കണ്ടുപിടിച്ച റിസ്കിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് അഡീഷണൽ ഇൻഫർമേഷൻ വേണം എന്നാണ് നിങ്ങൾ അവിടെ പറയേണ്ടത്. അതേപോലെ തന്നെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നിങ്ങൾ എഴുതുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് വേണ്ട പ്രൊസീജിയർ എന്താണെന്നുള്ള പറയാം, ഡോക്യുമെന്റൽ ഇൻഫർമേഷൻ എന്താണെന്നുള്ള പറയാം, പേർപ്പസ് എന്താണെന്നുള്ളത് ക്ലിയർലി സ്പെസിഫൈ ചെയ്യണം. അവിടെ നമ്മൾ പറഞ്ഞു നിങ്ങൾ അവിടെ പറയുന്ന സമയത്ത് എന്ത് നോക്കുക, സിനാരിയോക്കകത്ത് അവിടെ മാനേജ്മെന്റുമായിട്ട് എന്താണ് എൻക്വയറി ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കുക. എന്ത് കാര്യത്തെക്കുറിച്ചാണ് റിട്ടേൺ റെപ്രസെന്റേഷൻ വാങ്ങാൻ പറ്റുക, എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങിക്കാൻ പറ്റും, ആരൊക്കെ തമ്മിലുള്ള കറസ്പോണ്ടൻസ് ആണ് നമുക്ക് നോക്കാൻ പറ്റുന്നത്, അവിടെ എന്തൊക്കെയാണ് നമുക്ക് റീകാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റീപെർഫോം ചെയ്യാനായിട്ടുള്ളത്, അരിത്തമെറ്റിക്കൽ ആക്യുറസി എന്തൊക്കെയാണ് കൺഫേം ചെയ്യേണ്ടത്, ഏതൊക്കെ എക്സ്പെൻസിന്റെ ബ്രേക്ക് ഡൗൺ എടുക്കേണ്ടതെന്ന് നോക്കുക, ബോർഡ് മിനിറ്റ്സ് എന്തൊക്കെയാണ് റിവ്യൂ ചെയ്യാനുള്ളത് നോക്കുക, അതേപോലെ തന്നെ ഏതൊക്കെ എക്സ്പെൻസ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് മാച്ച് ചെയ്യാം, നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് എന്തൊക്കെയാണ് നോക്കാനുള്ളത്, ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും കൺസിഡർ ചെയ്യണം. ആൻഡ് ഇതിന്റെ ബേസിസിലാണ് നമ്മൾ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് വാട്ട് യു നീഡ് ടു കൺസിഡർ ഇൻ റിലേഷൻ ടു the 50 marks area. അപ്പൊ എല്ലാവരും ഇന്ന് തന്നെ കാര്യം ചെയ്യണം. ഇപ്പൊ നമ്മൾ ഈ ക്വിക്ലി പറഞ്ഞു പോയ ഇത്രയും കാര്യങ്ങൾ, നോട്ട്സ് ഓഫ് ഓഡിറ്റ് റിസ്ക്, നോട്ട്സ് ഓഫ് ബിസിനസ് റിസ്ക്, നോട്ട്സ് ഓഫ് എത്തിക്സ് ആൻഡ് ഈ പറയുന്ന ഓഡിറ്റ് പ്രൊസീജിയേഴ്സിന്റെ കാര്യം.
ഇത്രയും കാര്യങ്ങൾ ഒന്ന് പ്രോപ്പർലി റിവൈസ് ചെയ്തിട്ട് വേണം. ഐ വിൽ ഷെയർ ദ നോട്ട്സ് ഇൻ ഗ്രൂപ്പ്. In addition to that, if you want to download the notes, you can directly search in Google. You will get the same notes. And എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വരിക. And tomorrow in the next how to score professional marks, plus we will properly do a full-fledged question. ഈ പറയുന്ന എല്ലാ റിക്വയർമെന്റ്സും കൂടെ കവർ ചെയ്തിട്ടുള്ള ഒരു full-fledged ഏറ്റവും latest question ആയിരിക്കും പ്രാക്ടീസ് ചെയ്യാം. So you'll get a proper insight about how you need to apply each of this into the scenario. Is it clear, everyone? Clear ആണ് മക്കളെ? Yes, sir. അപ്പൊ എല്ലാരും പ്രോപ്പർലി ഇത്രയും കാര്യങ്ങൾ റിവൈസ് ചെയ്തിട്ട് വരിക. Then we will sit for the next session. And നിങ്ങൾ റിവൈസ് ചെയ്തിട്ട് വരുന്ന സമയത്ത് ഏറ്റവും പ്രോപ്പർലി എന്ത് ചെയ്യണം? ഈ പറയുന്ന ഓരോ നോട്ട്സും നോക്കിയിട്ട് തന്നെ വരണം. കാരണം നമ്മൾ ഈ എല്ലാ ഏരിയാസിൽ നിന്നും കൂടെ ഉള്ള ക്വസ്റ്റൻ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഓൾറൈറ്റ്. So thank you so much. Sir. Thank you. Bye. Thank you, sir. Thank you, sir.